ശാന്തിയുടെ മധുരമധുരമായ മഹവാക്യങ്ങളിലൂടെ ബാബ എൻ്റെ എന്ന പരിധിയുള്ള മനോഭാവത്തിൽ നിന്ന് സമ്പൂർണ്ണ മുക്തിക്കായി ബാബ പറയണ കംപ്ലീറ്റ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആകാൻ എൻ്റെ ബാബ നമ്മുടെ ഹൃദയത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും പരിധിയുള്ള എൻ്റേതെന്ന് ഏതിനെ പ്രതി സംസ്കാരത്തെ പ്രതി പഴയ സംസ്കാരങ്ങളിൽ പിന്നെ പുതിയ ഈശ്വരീയ സംസ്കാരത്തെ കാര്യങ്ങളിൽ ഉപയോഗം ശരീരം മനസ്സ് ഏതും ബാബ പറയണേ കാര്യങ്ങളിൽ ഉപയോഗിക്കും. അല്പം പോലും 1% എൻ്റേതെന്ന മനോഭാവം ഉണ്ടാകരുത്. ബാബയുടെ മുരളി നമുക്ക് കേൾക്കാം. 3-4-90. ബാബയുടെ മുരളിയുടെ സാരം സർവ ഹദോं से निकल बेहद की वैरागी बनो. 3-4-91. സർവപരിധിയിൽ നിന്നും പുറത്തേക്ക് വന്ന് പരിധിയില്ലാത്ത വൈരാഗിയായി മാറൂ. आज कल बाद फिर से मिलन मनाने सभी बच्चे अपनी साकारी स्वीट होम मधुबन में पहुंच गए हैं. ബാബ പറയണേ ഇന്ന് ഒരു കൽപ്പത്തിന് ശേഷം മക്കളെല്ലാം വീണ്ടും ബാബയുടെ മധുബൻ വീട്ടിൽ ബാബയുമായി സാകാര മിലനത്തിന് സന്മുഖത്ത് മിലനത്തിന് വേണ്ടി മക്കൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അന്ന് ബാബ മിലനം നടക്കുമ്പോൾ ധാരാളം പുതിയ കുട്ടികൾ ബാബയുടെ മുന്നിലുണ്ടായി. ബാബ പറയണേ സാകാരി വദൻ കാ സ്വീറ്റ് ഹോം മധുബൻ ഹി ഹേ. ബാബ പറയണേ ഈ നാടകശാലയിൽ നിങ്ങളുടെ മധുരമായ വീട് മധുബനാണ്. ജഹാം ബാഹുപുർ ബച്ചുങ്ക റുഹാനി മേള ലിഖ്ത. എന്തുകൊണ്ടാണിത് മധുരമായ വീടാകാൻ കാരണം? ബാബയുടെയും മക്കളുടെയും ആത്മീയമായ കൂടിക്കാഴ്ച ഭൂമിയിൽ നടക്കുന്ന സ്ഥാനം, ഒരേ ഒരു സ്ഥാനം മധുവനമാണ്, കൂടിക്കാഴ്ചയാണ്, മിലനമാണ്. तो सभी बच्चे मिलन मेले में आए हो. ബാബ ചോദിക്കുന്ന മക്കളെല്ലാവരും ബാബയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് എത്തിച്ചേർന്നിരിക്കുകയല്ലേ അല്ലേ? ബാപ്പ് ഓർ ബച്ചോं का मिलन, ബാബയും മക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഇത് സംഗമയുഗത്തിൽ മാത്രമാണ് നടക്കണമെന്ന് പറയാം ബാബ. അല്ലാത്ത സമയത്തില്ലല്ലോ. നമ്മൾ ബാബയെ തേടിക്കൊണ്ടിരുന്നു, പക്ഷേ പ്രാക്ടിക്കലി കൂടിക്കാഴ്ച നടക്കുന്ന സമയം ഏതാണ്? സംഗമയുഗമാണ്. ബാബ പറയണ ഈ സമയത്താണ് ഭഗവാനുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. फिर संगम युग पर मधुबन में ही होता है. ഈ മിലനം സംഗം യുഗത്തിൽ മധുബനിൽ മാത്രമാണ് പറയണ ബാബ. ഫാൻ ഇടൂ സിസ്റ്റർ. ഫാൻ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയണം, അവർ ചിലപ്പോൾ മറക്കും ക്യാപ്പില്ല. संगम युग पर और मधुबन में ही होता है, इसलिए सभी भागकर मधुबन में पहुंचे हो. ബാബ പറയണേ ബാബയും മക്കളും തമ്മിൽ കൂടിക്കാഴ്ച മധുബൻ വീട്ടിലല്ലേ നടക്കുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഓടി മധുബനത്തിൽ എത്തിച്ചേരുന്നത്. മധുബൻ ബാപ്ദാദാ കാ സാകാർ രൂപമേം ഭീ മിലൻ കരാത്താ ഹൈ. മധുബനത്തിൽ ബാബയും മക്കളും തമ്മിൽ സാകാര രൂപത്തിലുള്ള കൂടിക്കാഴ്ചയാണ്. और साथ साथ सहज याद द्वारा अव्यक्त मिलन भी कराता है. ബാബ പറയുന്ന സാകാരത്തിലും കൂടിക്കാഴ്ചയാണ്, പിന്നെയും വളരെ സഹജമായി ഓർമ്മയുടെ ബലം കൊണ്ട് അവ്യക്ത രൂപത്തിലും ബാബയുമായി കൂടിക്കാഴ്ച മക്കൾ നടത്തും. കാരണം ബാബയുടെ അവതരണം മധുബനിൽ നടക്കുമ്പോൾ കുറച്ച് പേരല്ലേ സന്മുഖത്തുണ്ടാവുള്ളൂ. ബാക്കി വിശ്വത്തിൻ്റെ കോണുകളിലിരുന്ന മക്കൾ ഭഗവാനുമായിട്ട് അവ്യക്ത കൂടിക്കാഴ്ചയാണല്ലോ നടത്തുക. മധുബൻ ഭൂമി ആത്മീയ കൂടിക്കാഴ്ചയ്ക്ക് ബാബയ്ക്കും മക്കൾക്കും തമ്മിൽ സാകാരത്തിൽ സന്മുഖ മിലനത്തിൻ്റെ അനുഭൂതിയുടെ വരദാനി ഭൂമിയാണ്.
वरदानी भूमि है। वरदानी धरनी होने के कारण, വരദാനി ഭൂമി ആയത് കാരണം, വരദാന ഭൂമിയിൽ കാല് വയ്ക്കുമ്പോൾ തന്നെ അല്ലേ ബാക്കി നമ്മളെല്ലാം മറക്കുമല്ലോ. ദേഹവും ദേഹത്തിൻ്റെ ലോകവും മറക്കും. ബാബ പറയുന്ന അവിടെ പിന്നെ എന്തേ ഉള്ളൂ? ബാബ ബാബ ബാബ. മിലനത്തിൻ്റെ അനുഭവം മാത്രമേ ഉള്ളൂ. പ്രഭു മിലനത്തിൻ്റെ നമുക്കെല്ലാവർക്കും അനുഭവമല്ലേ. മധുവൻ പോയാൽ പിന്നെ ഡേറ്റ് ഓർമ്മയില്ല, ഡേ ഓർമ്മയില്ല അല്ലേ. പിന്നെ തിരിച്ച് പുറപ്പെടുന്ന സമയത്ത് പോകാൻ സമയമായി, ട്രെയിൻ ഇന്ന ദിവസമാണെന്ന് ആരെങ്കിലും ഓർമ്മിപ്പിക്കുമ്പോഴാണ് പോകാൻ സമയമായോ, ഡേറ്റ് ഇന്നതാണ്, ഡേ ഇന്നതാണ്. കാരണം ബാബയുടെ ഗേറ്റിൻ്റെ ഉള്ളിൽ കാല് വെച്ചാൽ പിന്നെ ലോകമേ വേറൊന്നാണ്. ഓട്ടോമാറ്റിക്കലി നമ്മൾ പൂർണ്ണമായും ശരീരവും ശരീരത്തിൻ്റെ ലോകത്തെയും മറന്നൊരു അവ്യക്തസ്ഥിതി, ബാബ എപ്പോഴും പറയുമല്ലോ അവ്യക്തസ്ഥിതി, ആ ഒരു അവ്യക്തസ്ഥിതിയുടെ അനുഭവം നമുക്ക് മധുബൻ്റെ ഗേറ്റിൻ്റെ ഉള്ളിൽ വിശേഷിച്ചും അനുഭവമാകും. ബാബ എൻ്റെ കാരണം പറയാൻ. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ അന്തരീക്ഷം വരദാനി ഭൂമിയുടെ അന്തരീക്ഷമാണ്. അതുകൊണ്ടാണ് ആ അന്തരീക്ഷത്തിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പരിവർത്തനപ്പെടുന്നത്. ഓർ കൊയ് ഭി സ്ഥാൻ പർ, ലോകത്തിൽ മറ്റൊരു സ്ഥാനത്തും ബാബ പറയണേ ജ്ഞാനക്കടലും ജ്ഞാനനദികളും തമ്മിലുള്ള ഇപ്രകാരം ഒരു കൂടിക്കാഴ്ചയുടെ ആഘോഷം ഇല്ല. കടലും നദികളും പല സ്ഥലങ്ങളിലും കൂടിച്ചേരും. പക്ഷെ ജ്ഞാനക്കടലും ജ്ഞാനനദിയും തമ്മിൽ കൂടിച്ചേരുന്ന ഏകമാത്ര സ്ഥാനം മധുബനമാണ്. ഈ മഹാൻ വരദാനി ഭൂമിയിലേക്കാണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ബാബ പറയണേ ഇങ്ങനെ മക്കൾ ഫീൽ ചെയ്യുന്നില്ലേ? തപസ്യ വർഷമാണ്. ബാബ പറയണേ അതുകൊണ്ട് ബാബ പ്രത്യേകിച്ചും ഫസ്റ്റ് ടൈം വരുന്ന കുട്ടികൾ ആരെല്ലാമാണോ ബാബയുടെ മടിയിൽ, ബാബ പറയുന്ന അവർക്ക് സുവർണ അവസരമാണ്. കാരണം എന്താ? ബാബ പറയില്ല ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ബാബയെ തിരിച്ചറിയുന്ന കുട്ടികൾക്ക് വീണ്ടും അല്ലെ അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് ആണെങ്കിലും ബാബ പറയും ഇപ്പോഴും എല്ലാം കിട്ടുന്നുണ്ട്, വിധിപൂർവം എല്ലാം കിട്ടുന്നുണ്ട്. ബാബയും പരിവാരവും മധുബനിലെല്ലാം പോകാനും എല്ലാം സൗകര്യങ്ങളുണ്ട്. അപ്പം നോക്കൂ, ഈ കൊറോണ സമയത്ത് നിറയെ കുട്ടികൾ ബാബയുടെ മക്കളായി 2-3 വർഷത്തിനുള്ളിൽ. പക്ഷേ നമുക്കറിയാം ബാബയുടെ അടുത്ത് വന്ന 1 വർഷം കഴിയുമ്പോൾ ആരാണോ 1 വർഷം ബാബയുടെ രീതിയിൽ ജീവിതം ജീവിക്കുന്ന ഓട്ടോമാറ്റിക്കലി 1 ഇയറിന് ശേഷം വേഗം എവിടെ എത്തും? മധുബനിലെത്തും. പക്ഷെ കൊറോണ കാലത്ത് ജന്മം എടുത്തവർക്ക് ആഗ്രഹിച്ചെങ്കിൽ പോലും പോകാൻ പറ്റിയിട്ടില്ലല്ലോ. കാരണം 2 വർഷം കംപ്ലീറ്റ്ലി ലോക്ക്ഡൗൺ ആയിരുന്നു അല്ലേ. പിന്നെ മധുബൻ പെർമിഷൻ തന്നപ്പോഴും കുറച്ച് ലിമിറ്റഡ് നമ്പർ മാത്രമേ നമുക്ക് പെർമിഷൻ തന്നുള്ളൂ. പിന്നെ കണ്ടീഷൻസ് വെച്ചു, അസുഖമുള്ളവർ വരാൻ പാടില്ല, സീനിയർ സിറ്റിസൺസ് വരാൻ പാടില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ റൂളിനോടൊപ്പം നമുക്ക് സഞ്ചരിക്കണമല്ലോ ഓരോ നാട്ടിലെ. അപ്പോൾ ബാബ പറയണേ അതുകൊണ്ടിപ്പോൾ ആർക്കാർക്ക് ചാൻസ് കിട്ടിയോ? ബാബ പറയണേ കിട്ടുന്ന അവസരങ്ങളെല്ലാം സുവർണ അവസരങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ സുവർണ അവസരങ്ങളാണ് ബാബയുടെ കൂടെ നമുക്ക് ചിലവാക്കാൻ കിട്ടിയത്. ഇപ്പം നമുക്കതെല്ലാം ഓർമ്മകളല്ലേ, പഴയ കുട്ടികളെ ഓർമ്മിക്കുകയല്ലേ ചെയ്യുക. ഞാൻ ബാബയുടെ അടുത്ത് ഇത്രയും തവണ ബാബയുടെ മിലനം എനിക്ക് കിട്ടിയിട്ടുണ്ട്, എത്ര തവണ ബാബ വീട്ടിൽ പോയി ഭട്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പം മദ്രാസിൽ നോക്കും, നമുക്ക് ഭട്ടിയാണ് അല്ല. ഇന്ന് നമ്മുടെ അമ്മമാരുടെ ഗ്രൂപ്പ് പോയിരിക്കുകയാണ്, 10-60 പേര് ഇപ്പോൾ രാവിലെ പോയി. പക്ഷെ ബാക്കിയുള്ളവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലല്ലോ, പല കാരണങ്ങളാൽ പലർക്കും പോകാൻ പറ്റിയിട്ടില്ല. മറ്റേ 1 വർഷത്തിലും ഭട്ടി മുടക്കാത്ത ആത്മാക്കളുണ്ട്. ഇപ്പോൾ പലർക്കും ശരീരം കൊണ്ട് ഏജായി യാത്ര ചെയ്യാൻ പറ്റണില്ല അല്ലേ, പല ബുദ്ധിമുട്ടുകൾ. അപ്പം ബാബ പറയണേ എന്തവസരം കിട്ടുന്നോ സുവർണാവസരങ്ങൾ, കിട്ടിയതെല്ലാം നമ്മുടെ ഭാഗ്യമാണ്. കിത്തനെ ലക്കി ഹോ. ബാബ പറയണ എന്തെല്ലാം കിട്ടിയോ അതെല്ലാം ഭാഗ്യമല്ലേ. അപ്പം നിങ്ങൾ എത്ര ഭാഗ്യശാലികളാണ്. तपस्या के आदि में ही नए बच्चों को एक्स्ट्रा बल मिलता है. ബാബ പറയണേ തപസ്യയുടെ ആരംഭത്തിൽ തന്നെ ബാബ മക്കൾക്ക്, പുതിയ കുട്ടികൾക്ക് എക്സ്ട്രാ ശക്തി പകരാറുണ്ട് പറയാം ബാബ. പ്രത്യേകിച്ചും പുതിയ അല്ലെ ബാബയുടെ അടുത്ത് ജനിക്കുമ്പോൾ നമുക്ക് ബാബ കൈപിടിച്ച് നമ്മളെ നടത്തും. പുതിയ കുട്ടികളാകുമ്പോൾ സഹജമാണ് ബാബയോടൊപ്പമുള്ള നടത്തം. ആദ്യമേ ബാബ പറയണേ ആരംഭത്തിലെ എക്സ്ട്രാ ബലം കുട്ടികളെ ഉയർത്താൻ വേണ്ടി ബാബ സ്പെഷ്യലി നൽകും.
സഹയോഗം നൽകും എക്സ്ട്രാ ശക്തിയിലൂടെ. അവിടെ പുതിയ കുട്ടികൾക്ക് ഡ്രാമ അനുസരിച്ച് മുന്നോട്ട് ഉയരാനുള്ള സഹയോഗമാണിത്, ബാബയുടെ എക്സ്ട്രാ ഹെൽപ്പുകൾ. ഇസ്ലിയെ അതുകൊണ്ട് ബാബ പറയണേ, നിങ്ങൾക്ക് ആർക്കും ലാസ്റ്റിൽ ബാബയോട് പരാതി പറയാൻ പറ്റില്ല, ബാബ ഞാൻ ലാസ്റ്റ് വന്നതുകൊണ്ട് എനിക്കൊന്നും കിട്ടിയില്ല, ചാൻസ് കിട്ടിയില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ബാബ പറയണേ, ഇപ്പോൾ ഈ വർഷം തപസ്യ വർഷമാണ്, തപസ്യയുടെ വരദാനം കിട്ടിക്കഴിഞ്ഞു. വരദാനി ഭൂമിയിലേക്ക് വരാൻ നിങ്ങൾക്ക് അധികാരവും അവസരവും ബാബ തന്നിരിക്കുകയാണ്. എക്സ്ട്രാ ഭാഗ്യം ബാബ പറയണ കുറച്ചൊന്നും അല്ല കിട്ടിയിരിക്കും. എക്സ്ട്രാ ഭാഗ്യം നിങ്ങൾക്ക് കുറച്ചൊന്നുമല്ല കിട്ടിയിരിക്കണമെന്ന് പറയാം ബാബ. നല്ല ചാൻസ് ബാബ തന്നിരിക്കുകയാണ്. ये वर्ष का मधुबन धरने का और अपने पुरुषार्थ का तीनों वरदान विशेष अपनाए बच्चों को मिले हुए हैं. ഈ വർഷം ബാബ പറയണേ, മധുബൻ ഭൂമിയുടെയും അവരവരുടെ പുരുഷാർത്ഥത്തിനും ബാബ പറയണേ എക്സ്ട്രാ ബാബ നിങ്ങൾക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്, സമയം തന്നിരിക്കുകയാണ്, ചാൻസ് തന്നിരിക്കുകയാണ്. എത്ര ഭാഗ്യശാലികളാണ് നിങ്ങൾ എൻ്റെ മക്കൾ. ഇത്രയും അവിനാശിയായ ഭാഗ്യത്തിൻ്റെ ലഹരി ബാബ പറയണേ നിങ്ങൾ കൂടെ വെച്ചു. എനിക്കെല്ലാം എക്സ്ട്രാ തന്നിരിക്കുകയാണ് ബാബ. तो सिर्फ यहाँ तक नशा न रहे लेकिन അവിനാശി. ബാബ പറയണേ ഭാഗ്യത്തെ മാത്രമല്ല ഭഗവാനെയും ഓർമ്മിക്കും. അവിനാശിയായ അച്ഛൻ, അവിനാശിയായ ശ്രേഷ്ഠാത്മാവ്, അവിനാശിയായ എൻ്റെ ശ്രേഷ്ഠ ഭാഗ്യം. ഇത് മൂന്നും സ്മരിച്ചോളൂ പറയാം ബാബ. ഞാൻ അവിനാശി ആത്മാവാണ്, എൻ്റെ ഭാഗ്യവും ആർക്കും തട്ടിയെടുക്കാൻ പറ്റുന്നതല്ല, പിന്നെ എൻ്റെ അച്ഛനും അവിനാശിയായ പിതാവാണ്. അവിനാശി ഭാഗ്യത്തെ അവിനാശിയാക്കി സൂക്ഷിച്ചോളൂ. സഹജമായി അറ്റൻഷൻ വേണമെന്ന് മാത്രം. ഭാഗ്യം നിലനിർത്താൻ എന്ത് വേണം? അറ്റൻഷൻ, ശ്രദ്ധ. ബാബ പറയില്ലേ, ചെറിയ നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് പോലും നമ്മുടെ ഭാഗ്യത്തെ ഇല്ലണ്ടാക്കും. ഒരു ചെറിയ അശ്രദ്ധ മതി, ആലസ്യം മതി, അല്ലേ? മായയുടെ പിടിയിൽപ്പെട്ട നമ്മുടെ ഭാഗ്യരേഖയുടെ കുറുകെ അവരെ വീഴും. അതുകൊണ്ട് ബാബ പറയണേ അറ്റൻഷൻ വേണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ മേലെ, നമ്മുടെ കർമ്മങ്ങളുടെ മേലെ ശ്രദ്ധ വേണം. അറ്റൻഷനും ഇനി ബാബ പറയണ ശ്രദ്ധ വേണം, പക്ഷെ ശ്രദ്ധ വെക്കണമല്ലോ എന്നത് ഒരു ടെൻഷനാക്കരുത്. അയ്യോ അറ്റൻഷൻ വേണം, അറ്റൻഷൻ വേണം, പുരുഷാർത്ഥം ചെയ്യണം, ശ്രീമത പ്രകാരം നടക്കണം, ബാബ പറഞ്ഞ അതൊരു ടെൻഷനായി മാറരുത്. സഹജമായിരിക്കണം ശ്രദ്ധ. അതോ ബാബ ചോദിക്കണ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? എൻ്റെ ബാബ അറിഞ്ഞില്ലേ? നിങ്ങൾ അറിഞ്ഞു, അംഗീകരിച്ചു, ബാബയിൽ നിന്ന് അനുഭവങ്ങൾ കിട്ടി. അറിഞ്ഞു, അംഗീകരിച്ചു, അനുഭവങ്ങൾ കിട്ടി, അധികാരം പ്രാപ്തമായി. ഇനി ബാബ ചോദിക്കണ എന്താ പ്രയാസം? കേവലം ഒരേ ഒരു തവണ എൻ്റെ ബാബാന്ന് നിങ്ങൾ വിളിച്ച ബാബ പറയണേ അനുഭവം ഹുത്താരേഹേ, നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. യഹി ഫുൾ നോളേജ്. ബാബ പറയണേ ഇതാണ് ഫുൾ നോളേജ്. മുഴുവൻ ജ്ഞാനത്തിൻ്റെ സാരം ഒറ്റ വാക്കാണ് പറയാം ബാബ. ഇത് മൈ ബാബ, മേര ബാബ, എൻ്റെ ബാബ, ഞാൻ ആത്മാവ്, എൻ്റെ ബാബ. ഇതാണ് എസൻസ്. ഏക് ബാബ ശബ്ദ മേ സാരാ ആദി മധ്യ അന്ത് കാ ജ്ഞാൻ സമായാ ഹുവാ ഹൈ. എൻ്റെ ബാബ എന്ന ഒറ്റ വാക്കിൻ്റെ ഉള്ളിൽ മുഴുവൻ ജ്ഞാനത്തിൻ്റെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. കാരണം ബാബന് ഈ ഒറ്റ വാക്കാണ് ബീജം, വിത്ത് പോലെയാണ് പറയാം ബാബ. എൻ്റെ ബാബ, ഈ വിത്തിൽ നിന്നാണ് ബാബ പറയുന്ന നമ്മുടെ ബ്രാഹ്മണ ജീവിതമാകുന്ന വൃക്ഷം വളരുന്നത്. ബീജത്തിൽ മുഴുവൻ വൃക്ഷവുമുണ്ട്. ബാബ പറയണേ വിസ്താരം മറന്നാലും സാരം ഒറ്റ വാക്കാണ്. സാരത്തെ ഒരിക്കലും മറക്കാനാക്കില്ല. ബാബ പറയണ വിസ്താരത്തിൽ ബാക്കി നോളജ് എല്ലാം മറന്നു എന്നിരിക്കട്ടെ, ശരി,
ഒരു മുരളി പോയിന്റും ഓർമ്മ വന്നില്ലെങ്കിലും ബാബ പറയണ ഈ ഒറ്റ വാക്ക് നിങ്ങൾക്ക് ഓർമ്മിച്ചൂടെ? ബാബ പറയില്ലേ, വളരെ വൃദ്ധാവസ്ഥയിലായാൽ പോലും ബാക്കി ഒരു പോയിന്റ് ഓർമ്മ വന്നില്ലെങ്കിലും ബാബ എന്തു പറയും? അല്ലേ, എൻ്റെ ബാബ. അത്രേ ആവശ്യമുള്ളൂ. ഈ വാക്ക് ഓർമ്മിക്കാൻ ബാബ പറയണേ, ഈ ഓർമ്മയുടെ അനുഭൂതിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് വല്ല പ്രയാസവുമുണ്ടോ? ഈ ഓർമ്മ സഹജമല്ലേ? ഇടയ്ക്ക് സഹജം, ഇടയ്ക്ക് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായി അനുഭവമാകുന്നുണ്ട്. സദാ ബാബ മേരാ ഹേ. ബാബ പറയണേ, നിങ്ങൾക്ക് സദാ ഈ അനുഭൂതി ഉണ്ടോ ചോദിക്കുക. ബാബ എൻ്റേതാണ്, അതോ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ? അങ്ങനെയാണ്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ബാബ, ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും. ബാബ ചോദിക്കുന്നത് അങ്ങനെയാണോ? ഓർമ്മ സഹജമാണോ? സദാ എൻ്റെ ബാബയാണോ? പ്രയാസം എന്തെങ്കിലും ഉണ്ടോ എൻ്റെ ബാബ ഈ സ്മൃതിയിലിരിക്കാൻ? ബാബ നിങ്ങളോട് പറയുകയാണ്, ആപ് മേരെ ഹോ. ഭഗവാൻ എന്തു പറഞ്ഞു? നിങ്ങൾ എൻ്റെ മക്കളാണ്. അപ്പൊ നിങ്ങൾ ബാബയോട് എന്ത് തിരിച്ചു പറഞ്ഞു? ബാബ ആപ് മേരെ ഹോ, അങ്ങ് എൻ്റേതാണ്. ബാബ പറഞ്ഞതാണ് യോഗം. അതിൻ്റെ പേരാണ് യോഗം. ആത്മാവും പരമാത്മാവും തമ്മിലുള്ള യോജിപ്പ്, കണക്ഷൻ. യോഗം എന്ന് പറഞ്ഞാൽ എന്താ? കണക്ഷൻ. തിരിക്കാൻ മുഷ്കില്ലേ? ബാബ ചോദിക്കുന്ന പിന്നെന്താ പ്രയാസം? പിന്നെന്താ പ്രയാസം? ഇസ്ലിയെ വിശേഷ് ബാബ പറയുന്ന, പ്രത്യേകിച്ചും പുതിയ കുട്ടികൾ ബാബയുടെ മുന്നിൽ ഇന്ന് പുതിയ മക്കളെ ബാബ ആവർത്തിച്ച് സ്മരിച്ച് വരദാനം കൊടുക്കുകയാണ്. കാരണം എന്താ? പുതിയവർക്ക് കുറച്ച് സമയമല്ലേ ഡ്രാമയിൽ ബാബയുടെ ഒപ്പം കിട്ടണുള്ളൂ. പഴയവരെപ്പോൾ വന്നു മുതൽ ബാബയുടെ മടിത്തട്ടിൻ്റെ ലാഭം എടുത്തുകൊണ്ടിരിക്കുന്നവരാ. ബാബ പറയണേ, പുതിയ കുട്ടികൾക്ക് മുന്നോട്ടുയരാൻ ബാബ വിശേഷ അവസരം തന്നിരിക്കുകയാണ്. ഫൈനൽ സമാപ്തിയുടെ വിസിലിപ്പോഴും മുഴങ്ങിയിട്ടില്ല. സമാപ്തിയുടെ വിസില് അടിച്ചിട്ടില്ല. അതിനു മുമ്പേ ബാബയുടെ മടിയിൽ എത്തിയ മക്കളാണ് പുതിയ കുട്ടികൾ. പക്ഷേ ബാബ പറയണേ, പറന്നുയരും. ലാസ്റ്റിൽ വന്നവർക്ക് എന്ത് ചെയ്യണം? നടന്നു പോയാൽ പോരാ, ഓടിപ്പോയാൽ പോരാ. ബാബ പറയണ ചാടിയെ പോരാ, എന്ത് ചെയ്യണം? പറന്ന് ഉയരും. മറ്റുള്ളവരെയും പറന്ന് ഉയരാൻ സഹായിക്കൂ. പറക്കുക അർത്ഥം അതിനുള്ള വിധിയാണ് വേസ്റ്റ് അർത്ഥാത് വ്യർത്ഥ കോ ബച്ചാओ. ബാബ പറയണേ, പറന്നുയരാൻ ആർക്കേ കഴിയൂ? ഒരു വേസ്റ്റേജ് ഉണ്ടാവുക. സീറോ വേസ്റ്റ് ആയിരിക്കണം പോളിസി പറയണം. ജാനകി ദാദി എപ്പോഴും പറയും, എൻ്റെ പോളിസിയാണ് സീറോ വേസ്റ്റ് പോളിസി. ഞാൻ സങ്കല്പവും വേസ്റ്റാക്കില്ല, സമയവും വേസ്റ്റാക്കില്ല, എനർജിയും വേസ്റ്റാക്കില്ല, വാക്കുകളും ഒന്നും. ഒരു വസ്തുവും സ്ഥൂലവും സൂക്ഷ്മവുമായത് വേസ്റ്റാക്കില്ല. അതുകൊണ്ടാണ് 104 വയസ്സ് വരെ ദാദിക്ക് ശാരീരിക ആയുസ്സും 104 വയസ്സ് വരയ്ക്കും പോകുന്നത് വരയ്ക്കും ഈശ്വരീയ സേവനം ചെയ്യാനും കഴിഞ്ഞു. വേസ്റ്റേജില്ല. ഒരിക്കലും ദാദിയുടെ കൂടെയുള്ള ഗോപിബേൻ, ലണ്ടനിലെ ഗോപിബേൻ്റെ ക്ലാസ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഗോപിബേൻ പറയണ്ടായിരുന്നു, ഒരു ദിവസം ദാദിയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ മധുബനിന്ന് പ്രോഗ്രാംസ്, ദാദി ആരോഗ്യമുള്ള സമയത്ത് ശാന്തിവനിന്ന് മേലെ അബുലേക്ക് 3-4 തവണ ട്രാവൽ ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അപ്പ് ആൻഡ് ഡൗൺ ഒരു ദിവസം 3 തവണ 4 തവണ പോയി വരും പ്രോഗ്രാംസ്. കാരണം താഴെ ബട്ടിയാണെങ്കിൽ മേലെ കോൺഫറൻസസ് ആയിരിക്കും. അപ്പോൾ ദാദിക്ക് അവിടെയും ക്ലാസ്സിന് പോകേണ്ടി വരും, താഴെയും ക്ലാസ്സിന് പോകണം. അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അടുത്ത പ്രോഗ്രാം. അപ്പോൾ ദാദി ഹെൽത്തി ആയിരുന്ന സമയത്ത് ദാദിമാർ 3 തവണ വരയ്ക്കും 4 തവണ വരയ്ക്കും അപ്പ് ആൻഡ് ഡൗൺ മേലെയും താഴെയും പോയി വരും. നമ്മൾ പണ്ടോപനിൽ ഇപ്പോൾ ശാന്തിവനത്തിൽ പോയിട്ട് ഒരു തവണ മേലെ പോയി വരുമ്പോൾ താഴെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരേ ദിവസം 3-4 തവണ ട്രിപ്പ് ചെയ്താലും ദാദി ഇത്രയും എനർജറ്റിക് ആയി നേരെ ക്ലാസ്സിലേക്കാണല്ലോ പോകേണ്ടത്.
അപ്പോൾ ഒരു തവണ ദാദിയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഈ ഗോപിബാൻ പറയാണ്, അന്ന് 3ാമത്തെ തവണയാണ് ഞാനാണ് ദാദിയുടെ കൂടെ ഉള്ളത്. അപ്പോൾ 3ാമത്തെ തവണ താഴേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാനായിട്ട് വന്നു, കുറച്ച് അസ്വസ്ഥയപ്പം ഞാൻ വണ്ടി ഓടിച്ച ഭായിയോട് വണ്ടി നിർത്താൻ പറഞ്ഞു. പുറത്ത് പോയി ഞാൻ കുറച്ചൊന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ കാറിൽ കയറി വന്നു. അപ്പോഴും നോക്കുമ്പോൾ ദാദി കാറിലിരുന്ന് അപ്പോഴും മെയിൽ പഠിക്കുക, റിപ്ലൈകൾ എഴുതപ്പോൾ ഗോപിബാൻ്റെ അടുത്ത് പറഞ്ഞു, പേന എടുക്കും, ബുക്ക് എടുക്കും, ഞാൻ പറയണത് വേഗം വേഗം നോട്ട് ചെയ്യും പറഞ്ഞു. അപ്പോൾ ഗോപിബാൻ പറയണം, അപ്പോൾ എനിക്ക് ആകെ അസ്വസ്ഥമായിട്ടിരിക്കുക, ഛർദ്ദിക്കാൻ വന്നിട്ടിരിക്കുക. എന്നോട് പറയണ പേന എടുക്ക്, ബുക്ക് എടുക്ക്, ഞാൻ പറയണ എഴുത്. അപ്പം ഞാൻ ദാദിയുടെ അടുത്ത് വഴക്കിട്ടു. ദാദിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എന്താ ദാദി, എന്തെങ്കിലും സ്നേഹമുണ്ടോ? എനിക്ക് ഇത്രയും വയ്യാന്ന് കണ്ടില്ലേ, എന്നിട്ട് എന്നോട് പെണ്ണെടുക്ക്, ബുക്ക് എടുക്ക്. ദാദി ഒരു അമ്മയാണ്, ഇങ്ങനെയാണോ പെരുമാറണ്ടേ? എന്നോട് ചോദിക്കണ്ടേ എന്താ എനിക്ക് വയ്യാത്തേന്ന്? അതല്ല എന്നോട് ചോദിക്കണ്ടേ? എന്നെ സ്നേഹിക്കുകയൊന്നും ചെയ്യാതെ ബുക്ക് എടുക്ക്, എഴുത്ത്. ദാദി എന്തൊരു ശക്തിയാ, ദാദിയുടെ ശക്തിയൊക്കെ ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞ്, അമ്മയാണെങ്കിൽ ഇങ്ങനെയാണോ സ്നേഹിക്കണ്ടേ? എൻ്റെ പുറത്തുനിന്ന് തടവി തരണ്ടേ? എനിക്ക് ഛർദ്ദിക്കാൻ വരുന്ന കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഗോപിബാൻ പറയും, ഞാൻ ആകെ ഇറിറ്റേറ്റഡ് ആയിട്ട് ദാദി ഇങ്ങനെ ഒക്കെ ഞാൻ ദാദിയോട് പറഞ്ഞു. അപ്പം ദാദി പുഞ്ചിരിച്ചുകൊണ്ട്, ഓ ക്ഷീണിച്ചു അല്ലേ കുട്ടി ചോദിച്ചു. അപ്പം ദാദി പറഞ്ഞു, ബഹൻ, ദാദിക്ക് എനർജറ്റിക്കായിട്ട് എന്തുകൊണ്ടായിരിക്കാൻ പറ്റണേ? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ക്ഷീണം? എന്നിട്ട് ഗോപിബാൻ പറയണം, ദാദി ഒറ്റ വാക്ക് പറഞ്ഞു, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ടേബിളിലിരുന്ന് എന്താ സംസാരിച്ചുകൊണ്ടിരുന്നത്? വേസ്റ്റ് സംസാരിക്കായിരുന്നില്ലേ നിങ്ങൾ? അതിൻ്റെ എഫക്റ്റാണ് ഇപ്പോൾ കുട്ടിക്ക് ഈ അനുഭവിക്കുന്നത്. അപ്പോൾ ഗോപിബാൻ പറയാണ്, ദാദിയുടെ കണ്ണും കാതും എല്ലാവരുടെയും മേലെ ഉണ്ടാവും. ശരിയാണ്, അന്ന് ടേബിളിൽ ഞങ്ങൾ 2-3 പേരിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം വേസ്റ്റ് ടോക്ക് ചെയ്തു. അപ്പോൾ ദാദി പറഞ്ഞു, ഞാൻ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാറില്ല, ഞാൻ വേസ്റ്റ് സംസാരിക്കാറില്ല, അതുകൊണ്ടാണ് ദാദിക്ക് എനർജി ഉള്ളത്. നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് എന്തുകൊണ്ട് ഫീൽ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വേസ്റ്റേജ് കാരണമാണ്. ഗോപിബാൻ പറയാണ്, അതോടെ എൻ്റെ ക്ഷീണവും പോയി, അസ്വസ്ഥതയും പോയി. എനിക്ക് ആ പാഠം അന്ന് ഞാൻ ഉറപ്പിച്ചതാണ്, 0 വേസ്റ്റേജ് ആയിരിക്കണം. അപ്പം ദാദി പറഞ്ഞ ആ ഒറ്റ മഹവാക്യം, നിങ്ങൾ പല തരത്തിൽ സങ്കല്പത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടാക്കുന്ന വേസ്റ്റേജാണ് നിങ്ങൾക്ക് പല സമയത്ത് ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. അതിന്ന് എനിക്കൊരു പാഠം കിട്ടി. അപ്പം ബാബ പറയാണ്, ജീവിതത്തിൽ ഇപ്പോൾ ബാബ പറയണേ, ലാസ്റ്റിൽ വന്ന് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് പോകാൻ ഒരേ ഒരു വിധി എന്താ? നോ വേസ്റ്റ്. ഒന്നും പഴക്കരുത്, ഒന്നും വ്യർത്ഥമാക്കരുത്. ബച്ചത് കാ കാത്ത ജമാ കാ കാത്ത ബടാത്തെ ചലോ. പഴക്കം ചെയ്യരുത്. 2ാമത്തെ പോളിസി എന്തായിരിക്കണം? മിച്ചപ്പെടുത്തും. സമ്പാദ്യത്തിൻ്റെ ശേഖരണം ഉണ്ടാക്കിക്കൊണ്ടുപോകും. വേസ്റ്റാക്കുകയും ചെയ്യരുത്. എത്ര സമ്പാദിക്കാമോ സമ്പാദിച്ചുകൊണ്ടേ പോകൂ. മിച്ചപ്പെടുത്താമോ മിച്ചപ്പെടുത്തി സേവിങ്സ് അക്കൗണ്ട് ഉണ്ടാക്കോ പറയണം ബാബ. ക്യോങ്കി 63 ജനം സേ, കാരണം 63 ജന്മങ്ങളായിട്ട് നിങ്ങൾക്ക് സേവിങ്സ് ഒന്നുമില്ല. എന്തേ ഉള്ളൂ? ചെലവാക്കൽ മാത്രമായിരുന്നു. ബാബ പറയുന്ന ഒരു ഡെപ്പോസിറ്റും 63 ജന്മം കൊണ്ട് ഉണ്ടാക്കിയില്ല. എല്ലാം നഷ്ടപ്പെടുത്തുകയായിരുന്നു. എല്ലാ ഖജനാവിലും വ്യർത്ഥമാക്കി. എല്ലാ ഖജനാവിലും വേസ്റ്റേജ് ചെയ്തു. നിങ്ങൾ വളരെയധികം നശിപ്പിച്ചു കളഞ്ഞു. ശ്വാസങ്ങൾ നഷ്ടപ്പെടുത്തി, സങ്കല്പം നഷ്ടപ്പെടുത്തി, സമയം നഷ്ടപ്പെടുത്തി, ഗുണങ്ങളെ നഷ്ടപ്പെടുത്തി, ശക്തികളെ നഷ്ടപ്പെടുത്തി, ജ്ഞാനത്തെ നഷ്ടപ്പെടുത്തി. ബാബ പറയണ എത്ര നാള്? 63 ജന്മം. കിത്തനെ ഖാത്തേ? ബാബ പറയണ അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര? ബാബ പറയണ ഖജനാവ കാലി. ഈ ഖജനാവുകളിലെല്ലാം ഇപ്പോൾ ഡെപ്പോസിറ്റ് ഉണ്ടാക്കണം. ഡെപ്പോസിറ്റ് ഉണ്ടാക്കാനുള്ള സമയം ഇപ്പോൾ മാത്രമാണ്. സമ്പാദ്യത്തിൻ്റെ ശേഖരണത്തിനുള്ള വിധിയും ബാബയിലൂടെ അതിസഹജമായി കിട്ടി. സമ്പാദിക്കാനുള്ള സമയം ഇതാണ്. സമ്പാദ്യം ഉണ്ടാക്കാനുള്ള വിധിയും ബാബ വളരെ സഹജമായിട്ട് തന്നു കഴിഞ്ഞു. വിനാശി സാധനങ്ങളെല്ലാം ചെലവാക്കിയ കുറഞ്ഞു പോകും. നശിക്കുന്ന വസ്തുക്കൾ 5 തത്വം കൊണ്ട് നിർമ്മിച്ചതെല്ലാം ചെലവാക്കും തോറും
കുറയും. പക്ഷേ ബാബ എന്താ പറയണേ, നിങ്ങൾക്ക് सब खजाने जितना स्व के प्रद और उनके प्रद शुभ वृत्ति से कार्य में लगाएंगे उतना जमा होता जाएगा. പക്ഷെ ഭഗവാൻ എന്താ പറയണേ, മക്കളെ സ്വയം പ്രതിയും മറ്റുള്ളവരെ പ്രതിയും ശുഭ മനോഭാവത്തോടുകൂടി നിങ്ങൾ കാര്യങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ വർദ്ധിക്കുകയും ചെയ്യും, സമ്പാദ്യത്തിൻ്റെ ശേഖരണം ഉണ്ടാക്കുകയും ചെയ്യും. ഡെപ്പോസിറ്റ് ഉണ്ടാക്കാനുള്ള വിധി എന്താ? ശുഭ മനോഭാവത്തോടു കൂടി നിങ്ങൾ നിങ്ങളെ പ്രതിയും മറ്റുള്ളവരെ പ്രതിയും എന്ത് കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നു, ഡെപ്പോസിറ്റ് ഉണ്ടാകും, വർധനവും ആ ഖജനാവിൽ ഉണ്ടാക്കും. യഹാം ഖസാനോ കോ കാര്യമേ ലഗാന, സമ്പാദ്യത്തിനുള്ള വഴിയാണ് ബാബ, വിധിയാണ് പറഞ്ഞു തന്നിരിക്കണേ. എല്ലാ ഖജനാവുകളെയും ശുഭ മനോഭാവത്തോടെ കാര്യങ്ങളിൽ ഉപയോഗിക്കുക. മംഗളകാര്യങ്ങളിൽ സ്വമംഗളത്തിനും മറ്റുള്ളവരുടെ മംഗളത്തിനും വേണ്ടി മംഗളഭാവനയോടെ ഉപയോഗിക്കും. അപ്പം എന്താകും? വർദ്ധിക്കും. ബാബ പറയണേ, ബാക്കി ലൗകിക ലോകത്തിൽ സൂക്ഷിച്ചു വെക്കാനുള്ള വിധിയാണ് പറയാ, കൂട്ടിവെക്കാൻ. എല്ലാം എടുത്തു വെക്കൂ. യഹാൻ ലഗാന ജമാ കർണിക്ക് വിധി ഹേ. ഇവിടെ ബാബ എന്താ പറയണേ, നിങ്ങൾ ശുഭമനോഭാവത്തോടെ ഉപയോഗിക്കൂ മംഗളകാര്യത്തിൽ, അപ്പോഴാണ് ഡെപ്പോസിറ്റ് ഉണ്ടാക്കുക. ബാബന് വ്യത്യാസമില്ലേ? പുറം ലോകത്തിലെ ശേഖരണത്തിന് അല്ലേ എടുത്തു വെക്കൂ പറയും, കൂട്ടിവെക്കൂ പറയും. ഭഗവാൻ പറയണത് കൂടണമെങ്കിൽ നിങ്ങൾ നല്ല കാര്യങ്ങളിൽ നല്ല മനോഭാവത്തോടെ ഉപയോഗിച്ചാൽ വർദ്ധിക്കും. സമയക്കോ സ്വയം പ്രതിഭ അവരും ഉദാഹരണം പറയണം ബാബ. സമയം ഒരു ഖജനാവാണ്. സമയത്തെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നിങ്ങളുടെ സമയത്തെ ബാബ പറയണേ, നിങ്ങൾ ശുഭകാര്യങ്ങളിൽ ഉപയോഗിച്ച് നോക്കൂ, നിങ്ങൾക്ക് സമയം ഇഷ്ടം പോലെ കിട്ടും. എല്ലാ കാര്യത്തിനും സമയം കിട്ടും. ബാബന് സമയമില്ല എന്നുള്ളൊരു പ്രശ്നം നിങ്ങൾക്ക് ജീവിതത്തിൽ വരില്ല. എങ്ങനെയാണെങ്കിൽ സമയത്തെ സ്വമംഗളത്തിനും മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ് തൻ്റെ സമയം രാവിലെ മുതൽ സദുപയോഗം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും സമയമുണ്ടാവും. മറ്റൊന്ന് ജ്ഞാനമാകുന്ന ഖജനാവിനെ കാര്യങ്ങളിൽ ഉപയോഗിക്കും. ജ്ഞാനത്തെ ബാബ പറയണ എത്രത്തോളം വിവേകത്തെ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നു, നിങ്ങൾ കൂടുതൽ കൂടുതൽ വിവേകശാലിയായിട്ട് മാറും. ജ്ഞാനധനം നിങ്ങളിൽ വർദ്ധിക്കും. അതേപോലെ ഗുണങ്ങൾ, ശക്തികൾ ബാബ പറഞ്ഞ കാര്യങ്ങളിൽ ഉപയോഗിച്ച് നോക്കൂ മക്കളെ. ശാന്തതയോടെ കാര്യങ്ങൾ ചെയ്യൂ. ബാബ പറയണ ശാന്തി എന്ന് പറയുന്ന ഗുണം വർദ്ധിക്കും. സഹനശക്തി കാര്യത്തിൽ ഉപയോഗിക്കൂ. സഹിക്കേണ്ടടുത്ത് ആ ശക്തി ഓട്ടോമാറ്റിക്കലി വർദ്ധിക്കും. ഗുണങ്ങളും ശക്തികളും ഉപയോഗിക്കും തോറും വർദ്ധിക്കും. ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇതൊക്കെ ലോക്കറിൽ വെക്കാനുള്ള സാധനമാണെന്ന്. പൂട്ടിവെക്കാനുള്ളതല്ല. ബാബ പറയണേ, ആപ് ഹി സോച്ചോ മേരെ ബുദ്ധി മേ ജ്ഞാൻ ബഹുത് ഹൈ. അതായത് ബാബ പറയാം, നിങ്ങൾ വിചാരിക്കുക എൻ്റെ ബുദ്ധിയിൽ ഇഷ്ടം പോലെ ജ്ഞാനമുണ്ട്, അറിവ് എനിക്ക് ഇഷ്ടം പോലെയുണ്ട്, ഗുണങ്ങളും എന്നിൽ നിറയുണ്ട്, ശക്തികളും ഉണ്ട്. പക്ഷെ ബാബ പറയുന്ന സമയത്ത് കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, ബുദ്ധിയിൽ പൂട്ടിവെച്ചിരിക്കുന്ന ജ്ഞാനത്തിനോ അല്ലെങ്കിൽ ബാബ പറയണ എൻ്റെ ഉള്ളിൽ നിറയെ ഗുണമുണ്ട്, എൻ്റെ ഉള്ളിൽ നിറയെ ശക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പറയാം ബാബ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലോക്കപ്പ് കർക്ക് നഹി റക്കൂ. അത് ലോക്കപ്പ് ചെയ്ത് പൂട്ടിവെക്കാനുള്ളതല്ല. പിന്നെയോ യൂസ് കറൂ, ഉപയോഗിക്കൂ. മനസ്സിലായോ? സമ്പാദ്യത്തിൻ്റെ ശേഖരണം ഉണ്ടാക്കാനുള്ള വിധി എന്താണ്? എന്താണ് വിധി? കാര്യങ്ങളിൽ ഉപയോഗിക്കുക. ശേഖരണം ഉണ്ടാക്കാനുള്ള വിധി, സമ്പാദ്യം ആർക്കേ ഉണ്ടാകൂ? കാര്യങ്ങളിൽ ഉപയോഗിക്കുക. സ്വയം പ്രതിയും ഉപയോഗിക്കൂ. ഇല്ലെങ്കിൽ ലൂസായി പോവുമല്ല. യൂസ് ചെയ്തില്ലെങ്കിൽ ബാബ പറയണ നഷ്ടപ്പെടും. കൈ ബच्चे कहते हैं സർവ ഖസാനെ മേരെ അന്തർ. ചില കുട്ടികൾ പറയാറുണ്ട്, ബാബ എൻ്റെ കയ്യിൽ എല്ലാ ഖജനാവിലും നിറയെ നിറവുണ്ട്. പക്ഷേ ബാബ പറഞ്ഞ സമായി ഹുയേക്ക് നിശാനി, നിങ്ങളുടെ കയ്യിൽ നിറഞ്ഞിരിപ്പുണ്ട് എന്നതിൻ്റെ അടയാളം എന്താണ്? ബാബ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ ബാബ പറയുന്നത് അതിൻ്റെ ലക്ഷണമാണ് ഉള്ളതിനെ തനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും സമയത്ത് കാര്യങ്ങളിൽ ഉപയോഗിക്കണം. ഖജനാവ് സമയത്ത് കാര്യങ്ങളിൽ
ഉപയോഗിക്കാനുള്ളതാണ്. കാമേ നഹി ആയി, ബാബ പറയുന്നത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ, സമയത്ത് കാര്യത്തിൽ ഗുണത്തെ ശക്തിയെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ ബാബ പറയുന്ന ആര് വിശ്വസിക്കും താങ്കളുടെ പക്കൽ ശക്തി ഉണ്ടെന്ന്, ഗുണമുണ്ടെന്ന്? ബാബ പറയണേ കാമേ അയഹി നഹീം ഓർ കഹേ ബഹുത് ജമാ ഹെ, കാര്യത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനേ കഴിയുന്നില്ല, എന്നിട്ട് നിങ്ങൾ പറയാം എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെയുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. ബാബ പറയണേ തോ ഇസ്കോ യഥാർത്ഥ, ഇതിനെ ഒരിക്കലും യഥാർത്ഥ രൂപത്തിലെ ശേഖരണത്തിൻ്റെ വിധി എന്ന് പറയില്ല. അഗർ യഥാർത്ഥ വിധി നഹി ഹോഗി, യഥാർത്ഥ വിധി നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ബാബ പറയണേ സമയ പർ സമ്പൂർണത കി സിദ്ധി, ഒരിക്കലും സമയത്ത് പൂർണ്ണത എന്ന സിദ്ധി നേടാനും കഴിയില്ല. കഴിഞ്ഞ ദിവസം ഒരു വരദാനത്തിൽ കഴിഞ്ഞ ആഴ്ച വന്നുല്ലോ ബാബ, പറഞ്ഞില്ലേ ബാബ, ചില ആൾക്കാർ കയ്യിൽ സ്ഥൂലമായിട്ട് സാധനങ്ങൾ പോലും അലമാരിയിൽ പൈസയും സാധനങ്ങളും ഒക്കെ എടുത്ത് വെച്ച് പൂട്ടി പൂട്ടി വെക്കും. തനിക്ക് വേണ്ടി ഉപയോഗിക്കില്ല, വീട്ടിലുള്ളവർക്കും കൊടുക്കില്ല, ആർക്കും കൊടുക്കില്ല, അല്ലേ? എന്നിട്ട് അവസാനം ആർക്കും ഉപയോഗമില്ലാതെ പോക്കും. അപ്പം ബാബ പറയണേ അതിനെ ഒരിക്കലും എന്തെന്ന് പറയില്ല, അല്ലെ, കൂട്ടിവെക്കലെന്ന് പറയില്ല. സമയത്ത് തനിക്കും മറ്റുള്ളവർക്കും വേണ്ടി സദുപയോഗം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ബാബ പറയണ അപ്പോഴാണത് വർദ്ധിക്കുക. പോക്കാമിൽ ജായിക്ക. ബാബ പറയാ സമയത്ത് കാര്യങ്ങളിൽ ഉപയോഗിക്കപ്പെടാത്തവർ ചതിക്കപ്പെടുന്നു പറയാ ബാബ, വഞ്ചിക്കപ്പെട്ടു പോവും അവര്. സിദ്ധിനഹിമിലേക്ക് അവർക്ക് നേട്ടം ഒരിക്കലും ആ ഖജനാവ് കൊണ്ട് ഉണ്ടാവില്ല. അവർക്കും ഇല്ല നേട്ടം, ബാബ പറയണ മറ്റുള്ളവർക്കും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകരുത്. ഗുണോങ്കോ ശക്തിയോങ്കോ കാര്യമേ ലഗാവോ തോ ബഡ്തേ ജായെങ്കെ, ഗുണങ്ങളെയും ശക്തികളെയും കാര്യങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ട് പോകൂ, എങ്കിലത് വർദ്ധിക്കും. ബജറ്റ് കി വിധി, ബാബ പറയണ ഇപ്പം സേവ് ചെയ്യാനുള്ള വിധി മനസ്സിലായില്ലേ? മിച്ചമുണ്ടാക്കാനുള്ള വിധി. സേവിങ്സ് ബാങ്ക് ബാബ പറയണേ എങ്ങനെ ഉണ്ടാക്കും? സമ്പാദ്യത്തിൻ്റെ ശേഖരണം ഉണ്ടാക്കാനുള്ള വിധി സ്വന്തമാക്കൂ. ഫിർ വ്യർത്ഥ കാ ഖാത്ത സ്വതഹി പരിവർത്തൻ ഹോ സഫൽ ഹോ ജായേഗ. ബാബ പറയണേ വ്യർത്ഥമാക്കാതിരിക്കും. ബാബ പറഞ്ഞേ വ്യർത്ഥത്തെ മാറ്റും. എവിടെയൊക്കെ പാഴായി പോണു, ഓട്ടകളെല്ലാം അടയ്ക്കൂ പറയാ ബാബ. രണ്ടും ചെയ്യണം. ഒന്ന് പാഴായി പോവരുത്, ലീക്കേജ് വരരുത്. പിന്നെ എന്ത് വേണം? ശേഖരിപ്പുണ്ടാകുക വേണം. എന്നാലേ എന്തുണ്ടാകുള്ളൂ? ഡെപ്പോസിറ്റ് ഉണ്ടാകുള്ളൂ, നിക്ഷേപം ഉണ്ടാകുള്ളൂ. ഭക്തി മാർഗത്തിലെ നിയമമാണ് ജിത്തന ഭി ആപ്കെ പാസ് സ്ഥൂൽ ധൻ ഹെ ഉസ്കെ ലിയെ കഹത്തെ ഹെ ദാൻ കരോ. ബാബ പറയണേ ജന്മാന്തരങ്ങളിൽ ഭക്തിയിലെ പൂർവികരെന്താ പഠിപ്പിക്കുക? നിങ്ങളുടെ കയ്യിൽ ധനമുണ്ടോ തീർച്ചയായും ദാനം ചെയ്യൂ, സഫലമാക്കൂ. അതുകൊണ്ട് അല്ലെ പൂർവികരെ പഠിപ്പിച്ച് ധാരാളം ആൾക്കാർ എന്ത് ചെയ്യും? എത്ര സമ്പാദിക്കുന്നോ അതിൻ്റെ ഒരു ഭാഗം ദാനം ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം പൂർവികരെല്ലാവർക്കും എന്താ പഠിപ്പിച്ചു കൊടുത്തിരിക്കണേ? ദാനം കൊടുത്താലേ വർദ്ധിക്കുള്ളൂ, കൊടുക്കും തോറും ഏറിടും. അതുകൊണ്ട് കൂട്ടിവെക്കാനുള്ളതല്ല, കൊടുത്തോണ്ടേ പോകൂ. സഫൽ കർനെ കെ ലിയെ കിത്നാ ഉമംഗ് ഉത്സാഹ ബഡാത്തെ ഹെ. ബാബ പറയുന്ന ഭക്തി മാർഗത്തിലെ എന്ത് കയ്യിലുണ്ടോ അതിനെ മറ്റുള്ളവർക്ക് സഫലമാക്കുന്നതിന് വേണ്ടി ബാബ പറയണേ എല്ലാവരും ഉണർവും ഉത്സാഹവും പൂർവികര് നൽകിയിരുന്നു. ഭക്തിയിൽ പോലെ തോ ആപ്പി. ബാബ പറയണ അപ്പൊ താങ്കളോ? ബാബന് ഭക്തിയിലെ സഫലമാക്കുന്നതിൽ ഇത്രയും പ്രേരണ കൊടുത്തിരുന്നു. അപ്പൊ താങ്കൾ ജ്ഞാനമാർഗത്തിൽ വന്ന കുട്ടികൾക്ക് ബാബ പറയും നിങ്ങൾക്ക് കർമ്മത്തിന്റെ അതീവ ഗഹനഗതി അറിയാം. സഫലമാക്കുമ്പോൾ അല്ലെ ബാബയുടെ മഹാവാക്യം എന്താ? സഫൽ കറു സഫലത പാവു. ആര് സഫലമാക്കുന്നു അവർക്കാണ് സഫലത കിട്ടുക. അപ്പൊ ബാബ പറയണേ നിങ്ങളപ്പോ ജ്ഞാനമാർഗത്തിൽ വന്ന കുട്ടികൾ ഈ തപസ്യാ വർഷത്തില് ബാബ പറയണേ ഞാൻ വ്യർത്ഥമാക്കി കളഞ്ഞില്ലല്ലോ എന്ന് മാത്രമല്ല പരിശോധിക്കേണ്ടത്, എന്തും കൂടി പരിശോധിക്കണം. വ്യർത്ഥമാക്കിയില്ലല്ലോ എന്നത് വേറൊരു വിഷയം. പക്ഷേ ബാബ പറയണേ പരിശോധിക്കണം ഞാൻ എത്ര സഫലമാക്കി. തോ സാരേ ഖസാനെ, ബാബ പറയണ എല്ലാ ഖജനാവും ഞാൻ കേൾപ്പിച്ചു. എന്തെല്ലാം ഗുണങ്ങൾ താങ്കളിൽ ഉണ്ടോ ബാബ പറഞ്ഞ അതും ബാബയുടെ ദാനമാണ്. പ്രഭു തന്ന പ്രസാദമാണ് താങ്കളുടെ പക്കലുള്ള എല്ലാ നന്മകളും വിശേഷതകളും. ബാബന ഞാൻ നിങ്ങൾക്ക് തന്ന ദാനമല്ലേ, അപ്പം നിങ്ങളതെന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് ദാനം ചെയ്യണം.
അതുകൊണ്ട് എന്ത് വിശേഷത താങ്കളിലുണ്ടോ ബാബ പറയുന്നത് മറ്റുള്ളവരുടെ മംഗളത്തിനായി തൻ്റെ കഴിവുകളെ, തൻ്റെ ഗുണങ്ങളെ, തൻ്റെ വിശേഷതകളെ ഉപയോഗിക്കൂ പറയാ ബാബ. മേരി ശക്തി, മേരാ ഗുൺ. ബാബനെ പക്ഷെ ചിലരുടെ ഉള്ളിൽ എന്താ അഹങ്കാരം വരും? എൻ്റെ കഴിവാണിത്, എൻ്റെ ഗുണമാണിത്, എൻ്റെ വിശേഷതയാണ്, എനിക്ക് ഈ കഴിവുണ്ട്, അവർക്കാർക്ക് ഈ കഴിവില്ല. ബാബ പറയണ ഇപ്രകാരം ചില കുട്ടികൾക്ക് പ്രഭു തന്ന പ്രസാദം എൻ്റേതെന്ന ഭാവത്തിലെടുക്കുന്നുണ്ട്. അപ്പൊ ബാബ പറയണേ, സ്വപ്നത്തിൽ പോലും മക്കളെ ഈ തെറ്റ് നിങ്ങൾ ചെയ്യരുത്. ചിലർ വായികൊണ്ടേ പറയും, അല്ല എൻ്റെ ഈ കഴിവ്, എനിക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോഴും ബാബയുടെ കുട്ടികളായിട്ട് പോലും എത്ര പേരിത് പറയും, അല്ല ഞാനാണ് അവരെ ജ്ഞാനം കൊടുത്ത് പക്കയാക്കിയത്, ഞാനാണ് അവരെ യോഗം പഠിപ്പിച്ചത്, ഞാനാണ് അവരെ ബാബയുടെ വീട്ടിലെത്തിച്ചത്, ഞാനാണ് അവരെ സേവ ചെയ്യാൻ പഠിപ്പിച്ചത്. അല്ലേ ബാബ എന്താ പറയണ? ലൗകികത്തിൽ പോലും ബാബ എന്താ പറയുക? അല്ലേ ലൗകിക് മക്കളെ വളർത്തുന്ന കാര്യത്തിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ ആ മനോഭാവം വരരുത്, ഞാൻ വളർത്തി, ഞാൻ പഠിപ്പിച്ചു, ഞാൻ പാലിച്ചു. ബാബ പറയണ അതിൽ പോലും എന്ത് കൊണ്ടുവരണം? അലൗകിക കാഴ്ചപ്പാട്. ബാബയുടെ മക്കള് ബാബ ബാബ ബാബ. അപ്പം ബാബ പറയണേ, പക്ഷേ എൻ്റെ കഴിവ്, എൻ്റെ ശക്തി, അല്ലേ എനിക്കിത്ര മിടുക്കുണ്ട്, ഞാൻ ആ കാര്യം പോയി സാധിച്ചെടുത്തു, ഞാൻ നേടിയെടുത്തു, ഞാൻ പോയതുകൊണ്ട് ആ കാര്യം നടന്നത്. പലപ്പോഴും ആയിരിക്കാം നിമിത്തമാക്കപ്പെട്ടത് നമ്മളായിരിക്കാം. ഏത് കാര്യവും ചിലപ്പോൾ പലര് 10 തവണ പോയിട്ട് നടക്കാത്ത കാര്യം ചിലപ്പോൾ നമ്മൾ പോയിട്ട് നടത്തിയിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷേ ബാബ പറയണേ ആ ഗുണം, ആ ശക്തി ബാബ പറയണേ ഞാനാണ് നിങ്ങൾ ആത്മാക്കൾക്ക് ദാനം തന്നത്, പ്രഭുവിൻ്റെ പ്രസാദമാണ്. അതിനെ നിങ്ങൾ എന്ത് വിചാരിക്കരുത്? എൻ്റെ കഴിവെന്ന് വിചാരിക്കരുത്. സ്വപ്നത്തിൽ പോലും ഈ തെറ്റ് ചെയ്യാതിരിക്കൂ. ഇത് ബാബയുടെ ദാനമാണ്, പ്രഭുവിൻ്റെ ദാനം. പ്രഭുവിൻ്റെ ദാനത്തെ, അവന് പ്രഭു ദാനം തന്ന ഏതോ ഒരു വിശേഷത, താങ്കളിലുള്ള വിശേഷത അല്ലെങ്കിൽ ശക്തി, എന്നിട്ട് അതിനെ താങ്കൾ എൻ്റേതെന്ന് വിചാരിക്കുക. കേട്ടുള്ളൂ അടുത്ത മഹാവാക്യം ബാബയുടെ, ഏ മഹാപാപ. ഇത് മഹാപാപമാണ്. മഹാപാപത്തിൻ്റെ പരിഭാഷയിൽ ഇതുവല്ലോ നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ? ആ കഴിവ് എൻ്റെ ഇല്ലേ, പിന്നെ അതെൻ്റെന്ന് വിചാരിക്കുന്നതിന് എന്താ കുഴപ്പം? അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. ബാബ പറയണ ഇത് മഹാപാപമാണ്. മഹാപാപത്തിൻ്റെ ലിസ്റ്റിൽ നമ്മൾ വേറെയൊക്കെയല്ലേ വിചാരിച്ചിരുന്നത്? എൻ്റെ എന്ന ഭാവത്തോടെ തൻ്റെ വിശേഷതകളെ, തൻ്റെ കഴിവുകളെ കുറിച്ച് പാപ്പന് എൻ്റേതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് മഹാപാപം. ഇതുകൊണ്ടാണ് ബാബ, നിങ്ങൾക്ക് ഓർമ്മയുണ്ട് 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരു മുരളി വന്നിരുന്നു. ബാബ അതിൽ വളരെ സൂക്ഷ്മ വിഷയങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങൾ ബാബയുടെ മക്കളുടെ സമ്പാദ്യത്തിൻ്റെ ശേഖരണത്തിൽ നഷ്ടം, ലീക്കേജ് എങ്ങനെയൊക്കെ ഉണ്ടാക്കുക, ലീക്കേജിനെ കുറിച്ചൊരു മുരളി ഉണ്ടായിരുന്നു. നിങ്ങൾ അമൃതവേള മുതൽ സമ്പാദിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ സങ്കല്പവും, ദേഹാഭിമാനത്തിലുണ്ടാകുന്ന സൂക്ഷ്മ ഭാവനകളിലൂടെ എങ്ങനെയുള്ള ഓട്ടകൾ, ആ ഓട്ടകളിലൂടെ എങ്ങനെ നമ്മുടെ സമ്പാദ്യം നഷ്ടപ്പെടുന്നു ബാബ എന്ന് പറയാം. കൈ ബാർ കൈ ബച്ചേ. ബാബ പറഞ്ഞ പലപ്പോഴും പല കുട്ടികളും സാധാരണ ഭാഷയിൽ ചിന്തിക്കും, പറയും. ഇത് പറയും, ഹാ ബാബ എൻ്റെ ഉള്ളിൽ ഇന്ന കഴിവുണ്ട്, എനിക്ക് ഇന്ന ഗുണമുണ്ട്, പക്ഷെ എൻ്റെ ഇന്ന ഗുണത്തെ ഒന്നും ആരും ഉപയോഗിക്കുന്നില്ല. എനിക്ക് ഈ ശക്തിയുണ്ട്, എൻ്റെ പക്കലേ ഈ ശക്തിയുള്ളൂ, എനിക്കിത്രയും ബുദ്ധിയുണ്ട്, എൻ്റെ ബുദ്ധി വളരെ നല്ലതാണ്, എന്നിട്ട് എൻ്റെ ബുദ്ധി ഉപയോഗിക്കുന്നില്ല, എൻ്റെ ശക്തിയെ ഉപയോഗിക്കുന്നില്ല, എൻ്റെ ഗുണത്തെ ഉപയോഗിക്കുന്നില്ല. ബാബജിക്ക് ശരി, മേരിയെ കഹാസയായി. അപ്പം നിങ്ങൾ പറയണ്ടല്ലോ എൻ്റെ ഗുണം, എൻ്റെ ബുദ്ധി, എൻ്റെ കഴിവ് എവിടുന്ന് വന്നു നിങ്ങൾക്ക് ഈ എൻ്റെ? മേരി കഹാ ഒരു മൈലി ഹുയി. അടുത്ത വാക്ക് ബാബയുടെ, നിങ്ങൾ എൻ്റേതെന്ന് വിചാരിച്ചു, അർത്ഥം നിങ്ങൾ അഴുക്കായി, അശുദ്ധി. അതുകൊണ്ടാണ് ഉപയോഗിക്കപ്പെടാത്തത്. അശുദ്ധം അതിനെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഭഗവാന്റെ യജ്ഞത്തിൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ ശുദ്ധിയാണല്ലോ ഏറ്റവും പ്രധാനം. അശുദ്ധമായത് എങ്ങനെ ഉപയോഗിക്കും? ഭക്തി മേമ്പി ഏ ശിക്ഷ. ഭക്തിയിൽ പോലും ബാപ്പനെ ഈ വിദ്യ നൽകിയിരുന്നു, ഈ പാഠം. ഏത് പാഠം?
63 ജന്മങ്ങളിലും ഭക്തിയിൽ പറയാറുണ്ട്, ഒരിക്കലും എൻ്റെ എന്ന് പറയല്ലേ, ഭഗവാനെ 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 എന്ന് പറയൂ. അങ്ങനെ പറഞ്ഞിട്ടാണ് എന്ത് പറയാൻ തുടങ്ങിയത് അല്ലെ? സർവ്യാപി എന്നുള്ള മനോഭാവം തന്നെ അങ്ങനെ വന്നതാ യഥാർത്ഥത്തിൽ. ബാബ 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 എല്ലാം ഈശ്വരൻ ഈശ്വരൻ എന്ന് പറയൂ അല്ല, ഈശ്വരാർപ്പണം, ഈശ്വരൻ്റേത്. അപ്പം 63 ജന്മ ഭക്തിയിലെ പൂർവികര് ഇതാണ് പറഞ്ഞ് പഠിപ്പിച്ചത്. അപ്പം ജ്ഞാനമാർഗത്തിൽ ബാബ പറയണേ, കെഹന തേരാ ഓർ മാന്ന മേര, ബാബയുടേതെന്ന് പറയുക, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളുകൊണ്ടെങ്കിലും എൻ്റേതെന്ന് തോന്നുക. ഇതാണ് ഏറ്റവും വലിയ വഞ്ചന. നേരത്തെ എന്തു പറഞ്ഞു? ഇത് മഹാപാപമാണ് അല്ലെന്ന്. അത് കഴിഞ്ഞ് എന്തു പറഞ്ഞു ബാബ? എൻ്റേതെന്ന് ഫീൽ ചെയ്യുന്നത് മഹാ അശുദ്ധിയാണ്. അടുത്ത ശബ്ദം ഇപ്പം ബാബ ഏതാ ഉപയോഗിച്ചത്? ഇത് ഏറ്റവും വലിയ ചതിയാണ്, വഞ്ചനയാണ് പറയാ ബാബ. ഈ ചതി, ഈ വഞ്ചന ഇവിടെ നടക്കില്ല. ഈശ്വരൻ്റെ ലോകത്തിൽ ഈ ചതി നടക്കില്ല. ഇസ്ലേ പ്രഭു പ്രസാദക്കോ, ബാബ പറയണ പ്രഭു തന്ന പ്രസാദത്തെ പ്രതി നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും അപ്പന മനന്ന എൻ്റെ എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അഭിമാൻ ഓർ അപമാൻ കർണ ഹെ. ബാബ പറയണത് അപമാനിക്കുകയാണ്. ആരെ? പ്രഭുവിനെ. പ്രഭു തന്നതിനെ നിങ്ങൾക്ക് നിങ്ങളുടേതെന്ന് തോന്നുക. ബാബ പറഞ്ഞേ, ഇത് നിങ്ങളുടെ അഭിമാനവും ഭഗവാനെ അപമാനിക്കില്ല. ബാബ ബാബ ശബ്ദ കഹാം ബി ഭൂലോ നഹി ബച്ചേ. ഇന്ന് രക്ഷപ്പെടാൻ എന്തേ ഉള്ളു മാർഗം? ഈ അഭിമാനത്തിൽ നിന്നും ഭഗവാനെ അപമാനിക്കുന്നതിൽ നിന്നും ബാബ പറഞ്ഞ മുക്തിക്കുള്ള ഒരേ ഒരു യുക്തി, ബാബ 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 എന്ന വാക്ക് ഒരിക്കലും മറക്കല്ലേ മക്കളെ. ബോധം പോയാലും ബാബാന്നേ വിളിക്കാവൂ, ആ സങ്കല്പം വയ്ക്കണം. ഏതെങ്കിലും കാരണവശാൽ അല്ല, ബോധം തന്നെ സുബോധം നഷ്ടപ്പെട്ടാൽ പോലും ആ ബോധാവസ്ഥയിലും ബാബാന്നേ വരാവൂ. അത്ര ദൃഢസങ്കല്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ബോധത്തിലിരിക്കുമ്പോൾ നമ്മൾ ഉറപ്പിച്ചെടുത്തോളണം. बाबा ने शक्ति दी है, ബാബ ശക്തി തന്നു. ബുദ്ധി ദീ ഹേ, ബാബ തന്ന ബുദ്ധി, ബാബ തന്ന ശക്തി, ബാബ കാ കാര്യ, ബാബ കാ സെന്റർ. ബാബ പറയുന്ന സെന്ററിനെ പ്രതി പോലും നിങ്ങൾക്ക് തോന്നരുത് എൻ്റെ സെന്റർ. ബാബ പറയണത് ബാബയുടെയാണ്. ബാബാക്ക് സബ് ചീസേ. ഏത് വസ്തു കാണുമ്പോഴും ബാബ പറയണ എന്താ ഓർമ്മ വരണം? എന്ത് കണ്ടാലും ബാബയുടെ ബാബയുടെ ബാബയുടെ, ബാബ തന്നത് ബാബയുടേത് ഞാൻ ഉപയോഗിക്കുകയാണ്. എസനിഹി സംജോ. ഒരിക്കലും ഇങ്ങനെ വിചാരിക്കരുത് എൻ്റെ സെൻ്ററാണിത്, ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ ഉണ്ടാക്കി ബാബയ്ക്ക് കൊടുത്ത വീടാണ്. ബാബ പറഞ്ഞ ചിലർക്ക് ഇങ്ങനെയുണ്ട്. കാരണം ചില കുട്ടികൾ ബാബയ്ക്ക് വീട് കെട്ടിക്കൊടുക്കാറുണ്ടല്ലോ, പല സ്ഥലത്തും സ്ഥലം കൊടുക്കും, വീട് കെട്ടിക്കൊടുക്കും. ചിലർ ഫുൾ വീട് കൺസ്ട്രക്ട് ചെയ്ത് ബാബയുടെ സേവയ്ക്ക് കൊടുക്കുന്നവരുണ്ട്, യജ്ഞത്തിന് വേണ്ടി. ബാബ പറയുന്നത് ചില സ്ഥലത്ത് ബാബയുടെ ചിലപ്പോൾ വീട് കിട്ടുമ്പോൾ കുറച്ച് മക്കളെ ഉണ്ടാവുള്ളൂ, 4-5 പേര് ചേർന്ന് വീട് കിട്ടിയിട്ടുണ്ടാവും ബാബയ്ക്ക്. പക്ഷെ ഉപയോഗിക്കുന്ന ഇപ്പോൾ ചിലപ്പോൾ 100 കണക്കിന് പേരായിരിക്കും. പക്ഷേ ബാബ പറയണേ, വീട് ബാബയ്ക്ക് സേവാർത്ഥം ഒരു വീട് കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ബാബ പറയണേ, നിങ്ങൾക്കുള്ളിൽ തോന്നരുത് ഞാനാണ് ഈ വീട് കെട്ടിക്കൊടുത്തത് ബാബയ്ക്ക്. ബാബജിക്കണ നിങ്ങൾക്ക് ഞങ്ങൾ കെട്ടിയത്. ഈ വാക്ക് എവിടുന്ന് വന്നു? ഈ അധികാരം ബാബ പറയണ എവിടുന്ന് വന്നു? ആപ്കാ ഹേ ക്യാ? ബാബജിക്കണ എന്താ ഇത് താങ്കളുടെയാണോ? ബാബന് ഇത് എവിടുന്ന് കെട്ടി മുറുക്കി വെച്ചിരിക്കണ ഈ ബാണ്ടക്കെട്ട് ഭാരക്കെട്ട് തലയിൽ? എൻ്റെന്ന് ബാബ പറഞ്ഞ ചില കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അശുദ്ധ ലഹരിയുണ്ട്. അശുദ്ധ ലഹരി എന്താ? ഞാനാണ് സെൻറ്ററിന് വേണ്ടി വീടുണ്ടാക്കി കൊടുത്തത്, അതുകൊണ്ട് ഈ സെൻറ്ററിൽ എൻ്റെ അധികാരമാണ്, ഞാൻ പറയുന്നത് തന്നെ ഇവിടെ നടക്കണം, ഞാനല്ലേ ബിൽഡിംഗ് ഉണ്ടാക്കി തന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കും. ബാബന് ഇങ്ങനെ അധികാരം കാണിക്കുന്ന ചില കുട്ടികളുണ്ട്. ബാബ ചോദിക്കുന്നത് ശരി, ലെക്കിൻ ബനായ കിസ്ക സെൻറ്റർ? ബാബ പറയുന്നത് ഉണ്ടാക്കിയത് നിങ്ങളാണ്. ആർക്ക് വേണ്ടി ഉണ്ടാക്കി? ബാബ പറഞ്ഞ ആർക്ക് വേണ്ടി ഉണ്ടാക്കി? നിങ്ങൾ എന്താ പറയണേ?
ബാബയുടെ സേവയ്ക്ക്, ബാബയ്ക്ക്. അപ്പം ബാബജിക്ക് പിന്നെ നിങ്ങൾക്ക് എവിടുന്ന് അധികാരം വന്നു? അപ്പം ബാബയുടെ സേവ കേന്ദ്രമല്ലേ? ബാബയ്ക്ക് അർപ്പിച്ചെങ്കിൽ താങ്കൾക്ക് പിന്നെ എങ്ങനെ താങ്കളുടേതെന്ന് പറയാൻ കഴിയും? എൻ്റേതെന്ന് എവിടുന്ന് വന്നു? ബുദ്ധി മാറിപ്പോയെങ്കിൽ. ബാബ പറഞ്ഞ ബുദ്ധി മാറുമ്പോഴാണ് നിങ്ങൾ എന്ത് പറയണേ? എൻ്റെ. ബാബാന്ന് മാറി ബാബ പറയണേ എൻ്റെ എന്ന് വന്നു. മേരെ മേരെ നിഹി മൈലാക്കിയ. ബാബന് ഈ എൻ്റെ എന്ന മനോഭാവമാണ് നിങ്ങളുടെ ബുദ്ധിയെ മലിനമാക്കിയത്. ബാബ പറയണേ ഫിർ മൈല ഹോന ഹേ. ബാബ ചിക്കൻ ഇനി അഴുക്കാവണോ? 63 ജന്മവും ബാബന് എൻ്റെ പറഞ്ഞിട്ട് അഴുക്കായി. ബാബ ചിക്കനെ പോരെ, ഇനി ഈ ജന്മവും കൂടെ നിങ്ങൾക്ക് നിങ്ങളെ അഴുക്കാക്കണോ? ബ്രാഹ്മണരായി. ബ്രാഹ്മണ ജീവിതത്തിൽ ബാബ ചിക്കനെ ബാബയുടെ അടുത്ത് നിങ്ങൾ ചെയ്ത ആദ്യത്തെ പ്രതിജ്ഞ എന്താ? പുതിയ കുട്ടികളും പഴയവരും എല്ലാം പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടല്ലോ. ബാബ പറയണേ പുതിയ കുട്ടിയൊന്നും ഇല്ല, പുതിയവരും പഴയതായി നിശ്ചയബുദ്ധികളായി ബാബയുടെ അടുത്ത് വന്ന് എഴുതി വെച്ചത് എന്താണ്? പ്രതിജ്ഞ എന്താ എഴുതിയത്? ആദ്യത്തെ നിങ്ങളുടെ പ്രതിജ്ഞ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ബാബയുടേതായിട്ട് ബാബ പറഞ്ഞ ആദ്യ പ്രതിജ്ഞാപത്രത്തിൽ എന്താ എഴുതിയത്? ബാബ, ഈ ശരീരം, മനസ്സ്, ധനം, ബുദ്ധി സർവസ്വവും അങ്ങയുടേതെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊന്നും എൻ്റേതല്ല, എല്ലാം ബാബ തന്നതാണ്. ബാബ പറഞ്ഞു ഇതാണ് ആദ്യ പ്രതിജ്ഞ ഒരു ബ്രാഹ്മണൻ്റെ. ഫസ്റ്റ് കൊണ്ടുവരേണ്ട മനോഭാവ പരിവർത്തനം. എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ധനം, എൻ്റെ ബുദ്ധി, എൻ്റെ കഴിവെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്തെല്ലാം എന്താക്കണം? ബാബ ബാബ ബാബ. എല്ലാവർക്കും ഈ പ്രതിജ്ഞ ബാബ പറയണേ, നിങ്ങൾ എല്ലാവരും ഈ പ്രതിജ്ഞ എടുത്തു, എല്ലാവരും ഈ പ്രതിജ്ഞ ചെയ്തു, ചെയ്തവർ കൈ ഉയർത്തു പറഞ്ഞു ബാബ. എല്ലാം ബാബയുടേത്. ബാബ പറഞ്ഞ പ്രതിജ്ഞ ചെയ്തവർ കൈ ഉയർത്തു. അപ്പൊ ബാബ പറയണേ, ചില കുട്ടികൾക്ക് ബാബ ഇത് പറയുമ്പോൾ ബാബ എല്ലാം ബാബയുടേതാക്കണോ? അപ്പൊ ബാബ എമർജൻസിക്ക് വേണ്ടി എന്തെങ്കിലും കുറച്ച് ഞങ്ങൾക്ക് വേണ്ടി എടുത്തു വെക്കണ്ടേ? ബാബ പറയണേ, ചില കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ട്, സബ് കുച്ച് ബാബാക്കോ കേസെ ദേ ദേംഗെ. എല്ലാം എങ്ങനെ ബാബയ്ക്ക് കൊടുക്കും? കുറച്ചെടുത്ത് മാറ്റി വെക്കണ്ടേ? ബാബ ചോദിക്കണേ, ജോ സമസ്തേ ഹെ കി ഏ സമസ്തരി കാ കാം ഹെ. വിവേകശാലികളാണെങ്കിൽ നമ്മൾ കുറച്ച് മാറ്റി വെക്കണ്ടേ എന്ന് ചിന്തിക്കുന്ന കുട്ടികൾ കൈ ഉയർത്തും. നിങ്ങൾ എടുത്തു വെച്ചിട്ടില്ലേ? കുറച്ച് മാറ്റി വെച്ചിട്ടില്ലേ? ദേഖ്ന ഫിർ ഏ നഹീ കഹ്നാ കി ഹംകോ കിസ്നെ ദേഖാ. ഇനി ബാബ പറയണ, ഇങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കണ്ട, നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നതൊക്കെ ആരും കണ്ടിട്ടില്ല. ബാബ പറയണേ, ഇത് നിങ്ങൾ വിചാരിക്കണ്ട. ബാബ പറയണേ, മധുബനിൽ വരുമ്പോൾ ഇത്രയും പേരല്ലേ, നമ്മൾ ഇത്രയും പേര്, ബാബയ്ക്ക് ഇത്രയും മക്കളല്ലേ, ഇത്രയും പേര്, എത്ര തിരക്ക്. ബാബ പറയണ, ആരും കാണില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ബാബയുടെ അടുത്ത് നിങ്ങളെ എല്ലാവരെയും കാണാനുള്ള വലിയ TV ഉണ്ട്. അതിൽ നിങ്ങളെല്ലാവരുടെയും എല്ലാ നിമിഷങ്ങളും ബാബ പറയണേ വളരെ വ്യക്തമാണ്. നിങ്ങൾക്കൊന്നും ഒളിപ്പിക്കാൻ കഴിയില്ല. ബാബ പറയണേ, നിങ്ങളുടെ സങ്കല്പം പോലും ബാബയ്ക്ക് മുന്നിൽ സ്പഷ്ടമാണ്. അതുകൊണ്ട് വളരെ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് എല്ലാം എടുത്തു വെച്ചോളൂ. എടുത്തു വെക്കണ്ട എന്നല്ല ബാബ പറയണേ. ബാബ ചോദിക്കണ, ഭായിമാരെന്ത് പറയണം? ബാബന് ഭായിമാർക്കാണ് ഈ ചിന്ത ആദ്യം വരിക. കുറച്ചൊക്കെ വെക്കണ്ടേ ബാബ? നന്നായി ചിന്തിക്കൂ. കുറച്ച് എമർജൻസിക്ക് വേണ്ടി എല്ലാം മാറ്റി വെക്കണം എന്ന് ചിന്തിക്കുന്നവരെത്ര പേരുണ്ട്? കൈ ഉയർത്തു. नहीं तो ए समय ए सभा ए आपका कांध हिलाना. ബാബ പറയണേ, ഈ സമയം, ഈ നിമിഷം ബാബ മുന്നിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ തലയാട്ടുന്നത്, കൈ ആട്ടുന്നത്, ബാബ പറയണേ നിങ്ങൾ ചുമല് കുലുക്കുന്നത് എല്ലാം ബാബ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കബി ഭീ മേരാപ്പൻ നഹി റഖോ. ബാബ പറയണേ, എൻ്റെ ഭാവം എന്താണ്? ഒന്നിനെ പ്രതിയും നിങ്ങളുടെ ഉള്ളിൽ
എൻ്റേതെന്ന ഭാവം ഉണ്ട്. എൻ്റേതെന്ന ഭാവം ബുദ്ധി കൊണ്ട് വിട്ടു, അർത്ഥം അർപ്പണമാണ്. അല്ല അത് എടുത്തു വെക്കേണ്ടെന്നോ എമർജൻസിക്ക് മാറ്റി വെക്കേണ്ടെന്നോ ശേഖരണം വേണ്ടെന്നോ അല്ലേ. അപ്പം പറഞ്ഞ എല്ലാം കൊണ്ടുവന്ന് ബാബയ്ക്ക് കൊടുക്കുന്നോ അതല്ലല്ലോ ബാബ പറയുന്നതിൻ്റെ ഭാവം. ബാബ പറയണേ ഒന്നിനെ പ്രതി പോലും എന്തുണ്ടാവരുത്, ബുദ്ധിയിൽ എൻ്റേതെന്ന കെട്ടുണ്ടാവരുത്. ബാബ പറഞ്ഞു ഓർ പാപ ഗയ. ബാബ പറഞ്ഞ ബാബ എന്ന് നിങ്ങൾ വിളിച്ചാൽ, ഉള്ളിൽ ബാബ എന്നുള്ള ഫീലിംഗ് വന്നാൽ പാപം പോയി. എൻ്റേതെന്ന് വന്ന പാപം വന്നു, ബാബ എന്ന് വന്നാൽ പാപം നീങ്ങി. ഇതാണ് വിധി. ബാപ് നഹീം കേത്തെ തോ പാപ് ഹോ ജാതാ ഹൈ. എവിടെ ബാബ എന്ന മനോഭാവം വന്നില്ലെങ്കിൽ അവിടെ അല്ലെ എൻ്റേത് വരും. എൻ്റേതെന്ന മനോഭാവം വന്നാൽ അവിടെ പാപത്തിൻ്റെ ബാബ പറയണേ അല്ലേ രേഖകൾ ആരംഭിക്കുകയാണ്. പാപ് കി വശ് ഹോത്തി ഫിർ ബുദ്ധി. ബാബ പറയണേ എൻ്റേതെന്ന മനോഭാവത്തിൽ നിന്ന് വരുന്ന ബാബ പറയണേ പാപചിന്തകൾ, പിന്നെ അവിടെ ശരിയായ രീതിയിൽ ബുദ്ധി പ്രവർത്തിക്കില്ല. എത്ര പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും ബാബുവിന് അവരുടെ തലയിൽ ഒന്നും കയറില്ല. എന്ത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ തന്നെയാണ് റൈറ്റ്, ഞാൻ തന്നെയാണ് റൈറ്റ്. ഒന്നും തലയിൽ പോവില്ല പറയാ ബാബ. ബാബന് ഇതും സംഭവിക്കാനുണ്ട്. ചിലർക്ക് ബാബ പറയണ ഈ പാർട്ടും നടക്കാനുണ്ട്. ഒന്നും തലയിൽ പോവില്ല, കാരണം ബാബുവിന് തലയിൽ ബാബയില്ല. ഞാൻ എൻ്റെ മാത്രമേ ഉള്ളൂ. അവരോട് എന്ത് പറഞ്ഞാലും തലയിൽ കയറില്ല. ഏത്തോ കർണാ ഹി ഹേ ബാബാക്കോ ഹി രഹം പെടുത്താ ഹേ. ബാബ പറയണേ ബാബയ്ക്ക് പോലും ദയ തോന്നും, എൻ്റെ മക്കളായിട്ട് ഈ ഒരു മാനസിക അവസ്ഥയിലാണല്ലോ ഇവർ ജീവിക്കണത്. ക്യോങ്കി ഉസ് സമയം പാപക്കെ വശുത്തായ, പാപത്തിന് വശപ്പെട്ട് കുട്ടികൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഭഗവാന് പോലും ദയ തോന്നും. ബാബ് ഭൂൽ ജാത്താ ഹേ. ബാബൻ എപ്പോഴാണ് പാപം ചെയ്യുക, ബാബയെ മറക്കുകയാണ്. അപ്പോൾ പാപം ആരംഭിക്കുകയാണ്. ഓർ പാപക്കെ വശ ഹോനെ കാരൺ, പാപത്തിന് വശപ്പെട്ടിട്ടുള്ള വാക്കുകൾ പ്രവർത്തികൾ സ്വയവും മനസ്സിലാക്കില്ല ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പാപകർമ്മമാണ്, അല്ലെങ്കിൽ പാപം ഉണ്ടാക്കുന്ന വാക്കുകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പോലും അവർക്ക് മനസ്സിലാവില്ല. കാരണം അവർ ആ സമയം പരവശരാണ്, പരന് വശപ്പെട്ട്, രാവണനെ വശപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ സദാ ജ്ഞാനത്തിൻ്റെ ബോധത്തിൽ ജീവിക്കും മക്കളെ, പാപത്തിൻ്റെ ആവേശത്തിലായിരിക്കും. ജ്ഞാനത്തിൻ്റെ ആവേശത്തിൽ ജീവിച്ചോളൂ, ജ്ഞാനബോധം. പാപബോധത്തിൽ ജീവിക്കില്ലേ പറയാ ബാബ. ബീച്ച് ബീച്ച് മേ ഏ മായാക്കി ലഹ്റാ ജാത്തി ഹെ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മക്കൾക്ക് ഈ മായാവി ലഹരി വരുന്നുണ്ട് പറയണം ബാബ. മായയുടെ അല ആപ് നയീൻ ബാത്തും സേ. ബാബന് പുതിയ കുട്ടികൾ കുറച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. പുതിയതായിരിക്കുമ്പോൾ ബാബ ലഹരി കൂടുതലായിരിക്കും. ബാബ പറഞ്ഞ കുറച്ച് പഴകാൻ തുടങ്ങുമ്പോൾ എന്താകും, പഴയ കുട്ടികൾക്ക് ഇതാണ് വലിയ മായ പറയാം ബാബ. എൻ്റെ എന്നത് ബാബ പറയണേ മാറി ബാബ എന്ന് പുതിയ കുട്ടികൾക്ക് വരും. പക്ഷെ കുറച്ച് പഴയതാകാൻ തുടങ്ങുമ്പോൾ ബാബനെ അവരെ വീണ്ടും തിരിച്ചു പിടിക്കും. ആര്? മേരേക്ക് മായ ബഹുത് ആത്തി ഹെ. പഴയവർക്ക് എൻ്റെ എന്ന മനോഭാവത്തിൽ നിന്ന് പിന്നെ വീണ്ടും മായ വരും. എൻ്റെ വിചാരം, എൻ്റെ ബുദ്ധി, എൻ്റെ കഴിവ് അല്ലേ, ഞാൻ നല്ല ജ്ഞാനിയാണ്, എൻ്റെ ടച്ചിങ്. ബാബ പറയണ ഈ എൻ്റെ എന്ന വിചാരം നിങ്ങൾക്ക് എവിടുന്ന് വന്നു? മനസ്സിലായോ മക്കളെ? സമ്പാദ്യത്തിൻ്റെ ശേഖരണം ഉണ്ടാക്കാനുള്ള വിധി എന്ത് ചെയ്യണം? വിധി പറഞ്ഞു വരികയായിരുന്നല്ലോ ബാബ. കാര്യങ്ങളിൽ ഉപയോഗിക്കും. എങ്ങനെ ഉപയോഗിക്കണം? സഫലമാക്കും. ഞാൻ എൻ്റെ എന്ന മനോഭാവം മാറ്റി ബാബ എന്ന മനോഭാവത്തോടെ സ്വയം പ്രതിയും മറ്റുള്ളവരെ പ്രതിയും കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിലൂടെ മാത്രമേ സമ്പാദ്യത്തിൻ്റെ ശേഖരണം ഉണ്ടാക്കാനാകും, സഫലമാക്കും. തൻ്റെ ഈശ്വരീയ സംസ്കാരങ്ങളെ ആദ്യം സഫലമാക്കും. ബാബ ഉണർത്തിത്തന്ന ശ്രേഷ്ഠ സംസ്കാരങ്ങളെ കാര്യങ്ങളിൽ ഉപയോഗിക്കൂ. അപ്പോൾ വ്യർത്ഥ സംസ്കാരങ്ങൾ താനേ പൊയ്ക്കോളും. ഈശ്വരീയ സംസ്കാരങ്ങളെ കാര്യങ്ങളിൽ ഉപയോഗിക്കാതെ ലോക്കറിൽ വെച്ചിട്ട് ഇപ്പോഴും താങ്കളുടെ പഴയ സംസ്കാരങ്ങളെ
കാര്യങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ചില കുട്ടികൾക്ക് ഇതൊരു ശീലമായിപ്പോയി, ഹോബിയായിപ്പോയി. എന്തേ ഉപയോഗിക്കുള്ളൂ? ബാബ പറയണേ ബാങ്കുമേയും, ബാബ പറയണേ ചിലർക്ക് ഇത് ശീലമാണ്, ബാങ്കിലും അലമാരയിലും എടുത്ത് പൂട്ടി വെക്കുക. നല്ല ഡ്രസ്സുകളൊക്കെ എടുത്ത് വെക്കും, പൈസ എടുത്ത് മാറ്റി വെക്കും, നല്ല സാധനങ്ങളും എടുത്ത് വെക്കും. കേടുവന്നതും കീറിയതും മോശമായതും പഴയതും ഇത് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ബാബന് ഇത് ചിലർക്ക് ശീലമാണ്. അതേ ശീലം ബാബ പറയുന്ന സംസ്കാര കാര്യത്തിലും ചെയ്യണം. ഏതൊന്നിനെയാണോ ബാബ പഴയ സംസ്കാരം, മായാവി സംസ്കാരം, രാവണ സംസ്കാരം എന്ന് പറഞ്ഞ അതേ പഴയ സ്വഭാവങ്ങളും ശീലങ്ങളുമാണ് ഇപ്പോഴും ബാബന് വർഷങ്ങൾക്ക് ശേഷവും ചില പഴയ കുട്ടികൾ ഉപയോഗിക്കുന്നു. പുതിയ ഈശ്വരീയ സംസ്കാരം ബാബ ഏത് ഓർമ്മ ഉണർത്തി തന്നോ ബാബൻ അതിപ്പോഴും ലോക്കറിൽ പൊട്ടിവെച്ചിരിക്കുക, കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നില്ല. ബാബ പറഞ്ഞ ചില കുട്ടികൾക്ക് പഴയ സാധനങ്ങളോടാണ് ഇഷ്ടം കൂടുതൽ. അതേപോലെ തൻ്റെ പഴയ സംസ്കാരങ്ങളോടാണ് ഇപ്പോഴും ചിലർക്ക് സ്നേഹം ജാസ്തി. അലമാരയിൽ ബാബ പറയണേ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരിക്കും, അവിടെ തന്നെ ഇരുന്നു പോവും. ബാബ പറയണേ ऐसे नहीं कहना करना पुराने संस्कार യൂസ് करते रहो. ബാബ പറയണേ പഴയ സംസ്കാരങ്ങളും ശീലങ്ങളിലും ഇപ്പോഴും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ബാബ ഉണർത്തിത്തന്ന ഈശ്വരീയ സംസ്കാരത്തെ ബുദ്ധിയുടെ ലോക്കറിൽ പൂട്ടിവെച്ചിരിക്കുക. ബാബ പറയണ ഇങ്ങനെ ഇനിയും പോവല്ലേ മക്കളെ, കാര്യങ്ങളിൽ ഈശ്വരീയ സംസ്കാരത്തെ ഉപയോഗിക്കൂ, സഫലമാക്കൂ, ചാർട്ട് വയ്ക്കൂ. എത്ര ഞാൻ സഫലമാക്കി, ഈശ്വരീയ സംസ്കാരങ്ങളെ എത്രത്തോളം രാവിലെ മുതൽ ഞാൻ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നു. സഫലമാക്കുക അർത്ഥം മിച്ചമുണ്ടാക്കുകയാണ്, സേവിങ്സ് ഉണ്ടാക്കുകയാണ്, സമ്പാദ്യത്തിൻ്റെ ശേഖരണം വർദ്ധിപ്പിക്കുകയാണ്. മനസ്സാസെ സഫൽ കറു, അവന് എല്ലാ ഖജനാവും സഫലാക്കണം. മനസ്സ സഫലാക്കൂ, വാക്കുകളിൽ സഫലത കൊണ്ടുവരൂ, സഫലമാക്കൂ, സമ്പത്തിലും സമ്പർക്കത്തിലും സഫലമാക്കൂ, കർമ്മങ്ങളിലും സഫലമാക്കൂ, തൻ്റെ ശ്രേഷ്ഠമായ നല്ല കൂട്ടുകെട്ടുകളിലൂടെയും സഫലതയുണ്ടാക്കൂ. അപ്പനെ അതിശക്തിശാലി വൃത്തി സേ, ബാബ പറഞ്ഞ തൻ്റെ തന്നെ നല്ല മനോഭാവത്തെയും കാര്യങ്ങളിൽ ഉപയോഗിച്ച് സഫലാക്കും. നല്ല കൂട്ടുകെട്ടുകൾ, നല്ല വാക്കുകൾ, നല്ല സങ്കല്പം, നല്ല മനോവൃത്തി, ബാബൻ ഇതിനെയെല്ലാം തനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും സദുപയോഗം ചെയ്ത് സഫലമാക്കും. ഐസെ നഹീങ്കി മേരി വൃത്തി, അല്ലതാ എൻ്റെ നല്ല മനസ്സാ, എനിക്ക് നല്ല മനോഭാവം ഉണ്ട് പറഞ്ഞ് ബാബനെ പൂട്ടിവെച്ചിട്ടിരിക്കല്ലേ. ആ നല്ല മനോഭാവം കൊണ്ട് താങ്കൾ എന്ത് ചെയ്തു? ബാബന് നല്ല മനോഭാവം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ മനോവൃത്തിയെ കാര്യത്തിൽ ഉപയോഗിക്കണമല്ലോ, തനിക്കും മറ്റുള്ളവർക്കും വേണ്ടി. എത്രത്തോളം സഫലമാക്കി മേരാ സംസ്കാരം. ഇപ്പോൾ ഉദാഹരണം പറയണം ബാബ, താങ്കൾ പറയാണ് എൻ്റെ സംസ്കാരം വളരെ ശാന്തമായ പ്രകൃതമാണ്. പക്ഷേ ബാബറിന് ആ ശാന്തത എന്ന് പറയുന്ന താങ്കളുടെ ഗുണത്തെ താങ്കൾ എത്രത്തോളം കാര്യങ്ങളിൽ സഫലമാക്കി, ഉപയോഗിച്ചു. ഈ വിധി അപ്പനാനേ സേ, ബാബനെ ആ ശാന്തത എന്ന് പറയുന്ന ഗുണത്തെ സഫലമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബാബന് താങ്കൾ കർമ്മക്ഷേത്രത്തിൽ അതിനെ ഉപയോഗിക്കണ്ടേ? ശാന്തത എന്ന് പറഞ്ഞിട്ട് ബാബൻ എവിടെയെങ്കിലും കൈയും കെട്ടിയിരിക്കുക എന്നുള്ളതല്ലല്ലോ. കർമ്മയോഗി ജീവിതത്തിൽ ശാന്തത എന്ന് പറയുന്ന ഗുണത്തെ അല്ലേ ഉപയോഗപ്പെടുത്തണം. അശാന്തിയുടെ സാഹചര്യത്തിൽ അല്ല എത്രത്തോളം ശാന്തമായിട്ടിരിക്കാനും ശാന്തിയോടെ കാര്യങ്ങൾ ചെയ്യാനും അശാന്തരായവർക്ക് ശാന്തി കൊടുക്കാനും വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റി? ബാപ്പന് താങ്കളുടെ ഗുണത്തെ എത്രത്തോളം താങ്കളെ കാര്യത്തിൽ ഉപയോഗിച്ചു. ഈ വിധി സ്വന്തമാക്കുന്നതിലൂടെ സമ്പൂർണതയുടെ സിദ്ധി സഹജമായി അനുഭവമാക്കും. ഏത് വിധി? എല്ലാ ഖജനാവിനെയും കാര്യത്തിൽ ഉപയോഗിക്കുക എന്ന വിധി. സഫലമാക്കുക തന്നെയാണ് സഫലത നേടാനുള്ള താക്കോൽ. സഫലമാക്കുക തന്നെയാണ് സഫലത നേടാനുള്ള താക്കോൽ. സംജാ ക്യാ കർനാ ഹൈ? മനസ്സിലായില്ലേ എന്താ ചെയ്യേണ്ടതെന്ന്? സിർഫ് അപ്നെ ഹി ഖുശ് മേ നഹീ. ബാബ പറഞ്ഞാൽ അത് വെറുതെ നിങ്ങൾ ആ എൻ്റെ കയ്യിലെല്ലാം ഉണ്ട് പറഞ്ഞ് സന്തോഷമായിട്ടിരിക്കല്ലേ. മേ തോ ബഹുത് അച്ഛി ഹും, ഞാൻ വളരെ നല്ലതാണ്, ഞാൻ നല്ല ഗുണവാനാണ്, എനിക്ക് നന്നായി സംസാരിക്കാൻ അറിയാം, ഞാൻ നല്ല ജ്ഞാനിയാണ്, ഞാൻ നന്നായി യോഗം ചെയ്യുന്ന ആളാണ്, എൻ്റെ യോഗത്തിൻ്റെ ചാർട്ട് നല്ലതാണ്. ബാബ പറയുന്നത് ഇതൊക്കെ നല്ലതാണ് നല്ലതാണ്, നല്ലത് ഇത്രയും കയ്യിലുണ്ടായിട്ട് എന്താ കാര്യം? ഉസെ യൂസ് കറോ നാ.
അവൻ എന്തെല്ലാം നല്ലത് നിങ്ങളുടെ കയ്യിലുണ്ടോ അത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തൂ. ഉസ്കോ സഫൽ കറോ. അവയെല്ലാം ബാബ പറയണേ സഫലീകരിക്കൂ ഉപയോഗിച്ച്. ഇതാണ് സഹജമായ വിധി. എന്തിനുള്ളത്? വർദ്ധിപ്പിക്കാനുള്ള വൃത്തി കാര്യങ്ങളിൽ ഉപയോഗിക്കൂ, വർദ്ധിപ്പിക്കൂ. പരിശ്രമിക്കാതെ ബാബ പറയണേ വർദ്ധിപ്പിക്കാനുള്ള പ്രയത്നരഹിതമായി സമ്പാദ്യത്തിൻ്റെ ശേഖരണം വർദ്ധിപ്പിക്കാനുള്ള വിധിയാണ് ബാബ എന്ത് പറഞ്ഞേ? കാര്യങ്ങളിൽ ഉപയോഗിക്കൂ. 21 ജന്മം ബാബ പറയണേ ആരാമമായി സുഖമായി കഴിക്കാനുള്ള ശേഖരണം വന്നു ചേരും. ഇപ്പോൾ ഈ ഒരു ജന്മം ബാബ പറയണേ ആര് കാര്യങ്ങൾ ഇതിനെയെല്ലാം കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നോ, എല്ലാ കഴിവുകളെയും, എല്ലാ പ്രാപ്തികളെയും, എല്ലാ നേട്ടങ്ങളെയും അല്ല. ഇനിയാണ് ബാബ ഒറ്റ വാക്കിൽ എന്ത് പറയണേ? ഖജനാവ്. അത് ശരീരമാകട്ടെ, മനസ്സാകട്ടെ, ധനാകട്ടെ, സൂക്ഷ്മ കഴിവുകളാകട്ടെ. ഇന്ന് ബാബ എന്താ പറഞ്ഞ? മനോഭാവം പോലും, നല്ലൊരു മനോഭാവം താങ്കൾക്കുണ്ടെങ്കിൽ പോലും ബാബ എന്താ പറഞ്ഞേ? ആ മനോവൃത്തിയെ പോലും കാര്യങ്ങളിൽ ഉപയോഗിക്കും. ഒരമംഗളം കാണുമ്പോൾ കേൾക്കുമ്പോൾ അതിനെ പ്രതിയും മംഗള മനോഭാവമെങ്കിലും കാത്ത് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മനോവൃത്തിയിൽ നിന്നുണ്ടാകുന്ന വൈബ്രേഷൻ പോലെ എന്ത് ചെയ്യും? സേവനമായി മാറുമല്ലോ. അപ്പം ബാബ പറയണേ ഇപ്പോൾ ഇത് ചെയ്താൽ, ഈ വിധിയെ കാര്യത്തിൽ ഉപയോഗിച്ച് 21 ജന്മം സുഖമായിട്ട് കഴിക്കാനുള്ള ശേഖരണം താങ്കളുടെ ബാബ പറയണേ ഡെപ്പോസിറ്റിൽ വന്ന് ചേരും. വഹാ മെഹനത്ത് നിഹിം. അവൻ 21 ജന്മം താങ്കൾക്ക് ഒരു കഷ്ടപ്പാടും വരില്ല. അപ്പോൾ ബാബ മുന്നിൽ സദസ്സ് വലുതായിരുന്നു. ഓം ശാന്തി ഭവനിൽ ബാബ വന്നിരുന്ന സമയമാണ്. ഹാളെല്ലാം ഫുള്ളായിട്ട്, പണ്ഡഭവനിലെ ഓം ശാന്തി ഭവൻ അറിയാലോ, വലിയ ഹാള്. പിന്നെ അത് കഴിഞ്ഞിട്ട് താഴെ എല്ലാ ഹാളുകളിലും അവിടെയായിട്ട്, കാരണം ആ തവണ പുതിയവരും പഴയവരും ഇഷ്ടം പോലെ ബാബ മുന്നിൽ വന്നു. അപ്പോൾ ദാദി എല്ലാവരെയും അലൗ ചെയ്തു. അപ്പോൾ പല ഭാഗത്തായിട്ടിരുന്ന കുട്ടികൾ ബാബയുടെ മുറിയിൽ കേൾക്കുകയായിരുന്നു. അപ്പോൾ ബാബ പറയണേ സാധാരണ ലൗകികത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, ആദ്യം ഗ്ലാസ്സിൽ നിറച്ചു, പിന്നെ കുടത്തിൽ നിറച്ചു, പിന്നെ കുളത്തിൽ നിറച്ചു, പിന്നെ നദിയിൽ നിറച്ചു, അവസാനം കടൽ. എന്നതുപോലെയാണ് ബാബയുടെ മക്കളെന്ന് പറയുക. ബാബ ആദ്യം കുഞ്ഞു ഹാള്, പിന്നെ കുറച്ചുകൂടെ വലിയ ഹാള്, പിന്നെ അല്ലേ ഇപ്പം നോക്കൂ, ഓം ശാന്തി ഭവനം വിട്ട് പണ്ഡവ് ഭവൻ കഴിഞ്ഞ് അല്ലേ ശാന്തിവനിലെ, ശാന്തിവനത്തിൽ പോലും അല്ലേ, എന്നിട്ട് ഇപ്പോഴും നമ്പർ റെസ്ട്രിക്ഷൻ വെച്ചിട്ടാണ് നമ്മളെ വിളിക്കണം. കാരണം അവിടെ 20,000 കപ്പാസിറ്റിയേ ഉള്ളൂ. ബാബ പറയണേ ബാബയുടെ മക്കള്, ബാബ പറയണേ സാകാരത്തിൽ സന്മുഖ മിലനത്തിന് ലിമിറ്റഡ് സ്പേസേ ഉള്ളൂ. പക്ഷേ ബാബ എന്ത് പറയും? അവ്യക്ത മിലനത്തിന് യാതൊരു തടസ്സവും ഇല്ല. അവ്യക്ത രൂപത്തിൽ ഏത് സമയത്ത് ആർക്ക് വേണമോ ബാബയുടെ അരികിൽ വതനത്തിലെത്താം, കൂടിക്കാഴ്ച നടത്താം. അവ്യക്ത കൂടിക്കാഴ്ചയുടെ അഭ്യാസം ബാബ പറയണ കുട്ടികൾ വർദ്ധിപ്പിക്കണം. മധുബനിലെത്തിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ ബാബ എന്നുള്ളത് അല്ലല്ലോ ഇപ്പോൾ അല്ലേ. ബാബ എന്താ പറയണേ? നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരും. ഇനി എന്നെ ഇങ്ങോട്ട് വിളിക്കേണ്ട, നിങ്ങൾ അങ്ങോട്ട് വരും. ബാക്കി ദാദിമാരുടെ ദയാമനസ്കത കൊണ്ട് ബാബ പറയണ എല്ലാ കുട്ടികൾക്കും മധുബനിൽ വിളിച്ച് ആഗ്രഹിക്കുന്നവരെല്ലാവരെയും എല്ലാവർക്കും വരാനും ബാബയുമായിട്ടുള്ള അല്ല കൂടിക്കാഴ്ചയ്ക്കും ദൃഷ്ടിക്കും അനുഭവത്തിനുമുള്ള അവസരങ്ങൾ എല്ലാവർക്കും ബാബ ദാദിമാരിലൂടെ നൽകി. ആൾക്കാർ കൂടുമ്പോൾ എന്താവും? എണ്ണം കൂടുമ്പോൾ കുറച്ച് അല്ല താമസത്തിന് എല്ലാത്തിനും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ബാബ പറയണ എല്ലാ കുട്ടികളും സന്തുഷ്ടരായി. ഡ്രാമയിൽ ബാബ പറഞ്ഞ ഇതൊരു പാർട്ടാണ്. മുഴുവൻ ആബു മക്കളെ കൊണ്ട് നിറയും. അപ്പം ബാബ പറയണേ താങ്കൾ കുട്ടികളുടെ ചരണങ്ങൾ എവിടെയൊക്കെ പതിഞ്ഞോ ബാബയുടെ മക്കൾ. ബാബൻ ഇതിലെല്ലാം ചില രഹസ്യങ്ങളുണ്ട്. അബൂല് സ്ഥലം തികയാതെ വരുമ്പോൾ പണ്ഡവ് ഭവനിൽ ഇപ്പം നമ്മളെല്ലാവരും പോകുമ്പോൾ അകത്ത് തന്നെ താമസിക്കും. പണ്ടൊക്കെ ഇത്രയും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പരിസരത്ത് എന്തൊക്കെ ധർമ്മശാലകളും കെട്ടിടങ്ങളും ഉണ്ടായിരുന്നു, അതെല്ലാം വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ എവിടെയായിരുന്നു താമസത്തിന് കൊടുത്തിരുന്നത്. അപ്പം ബാബ പറയണേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ബാബ പറയുക വിദേശത്തൊക്കെ പല പള്ളികളിൽ ആൾക്കാർ വരുന്നില്ല. അപ്പം അങ്ങനെയുള്ള പള്ളികൾ പലതും ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ സഹോദരിമാർക്ക് ക്ലാസ്സുകൾ നടത്താൻ വേണ്ടി യജ്ഞത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ, വലിയ വലിയ സ്ഥലങ്ങൾ ബാബ പറഞ്ഞ ഇനിയും ഭാവിയിൽ ഇങ്ങനെ ഉണ്ടാവും. കെട്ടിയിട്ടിരിക്കുന്ന വലിയ വലിയ സ്ഥലങ്ങൾ, ഹാളുകൾ നടത്തിപ്പിന് പറ്റാതെ വരും. അപ്പം അവരെന്ത് പറയും? ഇതും കൂടി നിങ്ങൾ ഉപയോഗിക്കൂ, ഇതും കൂടി നിങ്ങൾ
സഫലമാക്കൂ, ഈശ്വരീയ കാര്യത്തിന് ഉപയോഗിക്കൂ. ബാബ പറയണേ ബ്രാഹ്മണർക്കും, ബാബ പറയണേ താമസിക്കാനൊക്കെ ബാബ ഇപ്പോൾ പല സ്ഥലങ്ങളിലും പുറത്തെടുത്ത് കുട്ടികളെ താമസിപ്പിക്കുന്നുണ്ട്. ബാബ പറയണേ ഇതിലെല്ലാം ഒരു രഹസ്യമുണ്ട് പറയാ ബാബ. ഇനി താനേ ആൾക്കാർ വന്ന് ഓഫർ ഇങ്ങോട്ട് ചെയ്യും. ഇപ്പം നിങ്ങൾ വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കുന്നു. ബാബ പറയണ ലാസ്റ്റിൽ ഇനി ഇതും ഡ്രാമയിലൊരു ഭാഗം അല്ല വരാനുണ്ട്. ഈ സ്ഥലവും നിങ്ങൾ ഉപയോഗിക്കൂ, ഈ ഹാളും ഉപയോഗിക്കൂ എന്ന് പറയും. ബാബ പറയണ ഏത് സമയത്ത് ഏത് പാർട്ട് ഡ്രാമ അനുസരിച്ച് വരുന്നു, ഉസ്മി രാശി കൃക്കെ പാർട്ട് ബജാവും. ബാബ പറഞ്ഞ അതിലെല്ലാം നിങ്ങൾ എൻ്റെ മക്കള് സന്തുഷ്ടരായി പാർട്ട് അഭിനയിക്കും. തിരക്ക് കൂടുമ്പോൾ അപ്പം നിങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. ആൾക്കാർ കുറവുള്ളപ്പോൾ നിങ്ങൾ അത് രീതിയിൽ ബാബനെ ലാഭം എടുത്തും. നാനാഭാഗത്തുമുള്ള ഭഗവാനുമായി കൂടിക്കാഴ്ച നടത്തുന്ന മക്കള് ജ്ഞാനരത്നങ്ങളെ ധാരണ ചെയ്യുന്നതിന് വേഴാമ്പലിനെ പോലെ ബാബ മുന്നില് ആകാരി രൂപത്തിലും സാകാരി രൂപത്തിലും അവ്യക്തത്തിലും വ്യക്തത്തിലും കൂടിക്കാഴ്ച നടത്തുന്ന ശ്രേഷ്ഠാത്മാക്കൾക്ക് സദാ സർവ ഖജനാവുകളെയും സഫലമാക്കി സഫലതാ സ്വരൂപരാകുന്ന മക്കൾക്ക് സദാ മേരാ ബാബ, പരിധിയുള്ള എൻ്റേതെന്ന ഭാവത്തെ അംശം പോലും ഇല്ലാതാക്കുന്ന പരിധിയില്ലാത്ത വൈരാഗ്യങ്ങളായ ആത്മാക്കൾക്ക് സദാ ഓരോ നിമിഷവും ഈ വിധിയിലൂടെ ജീവിച്ച് സമ്പൂർണ്ണ സിദ്ധി പ്രാപ്തമാക്കുന്ന മക്കൾക്ക് ബാപ്ദാദയുടെ സ്നേഹവും ഓർമ്മകളും നമസ്കാരം. ബാപ്ദാദയ്ക്കും സ്നേഹസ്മരണകളും നമസ്കാരം. ബാബയുടെ മുന്നിൽ ദാദിമാരുണ്ടായിരുന്നു. അപ്പോൾ ബാബ ദാദിമാർക്കും ആശംസകൾ കൊടുത്തു. വിശ്വമംഗളകാരിയായ ബാബയെ പോലെ വിശ്വമംഗളകാരി സ്ഥിതിയിൽ പവർഫുൾ മനോവൃത്തിയോടുകൂടി ബാബയുടെ മക്കളുടെ ഇത്രയും വലിയ ടേൺ നടന്നപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകളുടെ സാഹചര്യത്തെയും മാനേജ് ചെയ്ത് ദാദിമാർക്കും ബാബ ആശംസകൾ സമർപ്പിച്ചു.